നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഡാർക്ക് ഹ്യൂമർ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ വേദിയിൽ ഇനി ഒരു വെറൈറ്റി ഐറ്റം ആയിട്ട് ദാ എത്തുന്നു. സുദേശ് പുനലൂർ, ബിജു വർഗീസ് ആൻഡ് മാളു. വേറെ എന്റെ ചേട്ടൻ എന്നെ ഇട്ടേച്ചും പോയേ. എന്റെ ചേട്ടൻ എന്നെ ഇട്ടേച്ചും പോയി. എന്റെ ഭർത്താവ് ഇട്ടേച്ചും പോയി. എന്റെ ചേട്ടൻ പോയി. ഈ ഫോട്ടോ നോക്കിട്ട് അങ്ങനെ ചേട്ടാ കരയുന്നത് അവസ്ഥയിൽ കരഞ്ഞല്ലേ പറ്റുള്ളൂ ചിരിപ്പിക്കാനായിട്ട്. നിങ്ങൾ പോയതോ പോയി. എന്തിനാ മനുഷ്യ എന്നെ ഒറ്റ കൊടുത്തേച്ചും പോയേ? എന്തോന്ന് ചേച്ചി പറയണത്? ഒറ്റ കൊടുത്തിട്ട് പോയെന്നാ? അത് പിന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോയെന്നാ ഉദ്ദേശിച്ചത്. 1.5 മണിക്കൂറായി ഞാൻ ഇവിടെ നിന്ന് നിലവിളിക്കുന്നു, അത് ഒറ്റയ്ക്ക്. ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചിട്ട് നീ തന്നാടാ ഇങ്ങോട്ട്? തന്നോ? ഇപ്പൊ എന്താ നിന്റെ വായിലൊന്നും ഇല്ലേ? ഒന്നും മിണ്ടാനില്ലേ? മറയാൻ വന്നേക്കുന്നു. ഞാൻ എവിടായിരുന്നു നിർത്തിയത്? ഇന്നലെയും കൂടെ നിങ്ങൾ എന്നെ വിളിച്ചല്ലേ മനുഷ്യ? ഇന്നലെ വരാന്ന് പറഞ്ഞ് എന്നെ വിളിച്ചതല്ലേ? ഇന്നലെ 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 എന്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയില്ലേ, കാറ്റിൻ മൺവിളക്കൂതിയില്ലേ. ചേച്ചി ഒരു മരണ വീടാണിത്, ഓർമ്മ വേണേ. അത് പിന്നെ ഒറ്റക്കിരുന്ന് നിലവിളിക്കുമല്ലേടാ, അങ്ങനൊക്കെ പറ്റിപ്പോവും, തെറ്റും, നീ ക്ഷമിക്ക്. ആരും കിടന്ന് വിളിക്കണ്? ജല ചേച്ചി. ഹലോ, പറ ചേച്ചി. രമ്യയുടെ മോളോ? ഒളിച്ചോടി പോയോ? എനിക്ക് പണ്ടേ അറിയായിരുന്നു അവള് പോകും. നമുക്ക് അങ്ങനെ തന്നെ കേട്ടോ. അയ്യോ, അടുത്ത അയൽക്കൂട്ടത്തിൽ ഞാൻ വരട്ടെ. നമുക്ക് കളിയാക്കി കൊല്ല. ശരി 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 ശരി. അയ്യോ ഞാൻ തിരിച്ചു വിളിക്കാം. ഞാനൊരു മരണ വീട്ടിൽ നിൽക്കുവാണേ. ആരെന്നോ? മരിച്ചായിരുന്നോ? മരിച്ചായിരുന്നു. അയ്യോ എന്റെ ഭർത്താവ്. ഞാൻ പിന്നെ വിളിക്കാം. മരണ വീട്ടിൽ ക്യാമറയുടെ പാട്ടിട്ടേക്കണേ. അടിക്കല്ലേ. സോറി സോറി സോറി, മൈ മിസ്റ്റേക്ക്. അയ്യോ നിർത്തിയോ? എന്ത്? ഞാൻ നല്ലൊരു മൂഡില് വരുവായിരുന്നു. ഇവര് വേറെ ഏതോ മൂടി. ചേച്ചി നിങ്ങളെ ഭർത്താവല്ലേ മരിച്ചു കിടക്കണത്? ഞാൻ കരഞ്ഞൊരു മൂഡില് വരുവായിരുന്നു. കരഞ്ഞ മൂഡില് വരുവായിരുന്നാ? ചേച്ചി ഫ്രിഡ്ജിൽ ഇരിക്കണ ബീഫ് കറി ഞാൻ എടുത്തോട്ടാ. എന്തിനാ? ഇനി 16 വരെ വെജല്ലേ ഇവിടെ? എന്ത് ചേച്ചി? ചേട്ടൻ പോയി. പോയി നല്ല പ്രാസക്കരച്ചില്. എവിടെയെങ്കിലും മരണം ഉള്ളപ്പോ നിങ്ങൾ അവിടെ കൊണ്ടിരുത്താം കേട്ടാ. കരയായി കാര്യങ്ങളെല്ലാം നീക്കുപോക്കുണ്ടാക്കിയിട്ടുണ്ട്. അൽഫാം വേണോ കുഴിമന്തി വേണോ? അത് 16 ഇഡലി അല്ലടാ വിളമ്പത്ത്. ഇതൊക്കെയാണോ? 16 ഇഡലിയുടെ കാര്യമല്ല പറഞ്ഞത്. അൽഫാം എന്ന് പറഞ്ഞാൽ ദഹിപ്പിക്കുക, കുഴിമന്തി എന്ന് പറഞ്ഞാൽ കുഴിച്ചിടുക. നിങ്ങൾക്ക് ഇതിൽ ഏതാണ് വേണ്ടത്? നോക്കിയും കണ്ടും ചെയ്താൽ മതി. നോക്കിയും കണ്ടും ചെയ്താൽ മതിയല്ലേ? ഇനി ചേച്ചി എടുത്ത് എന്തെങ്കിലും പറയുമ്പോ ചേച്ചിക്ക് ചിലപ്പോ വിഷമം വരും. ഒന്നാമത് നിങ്ങൾ 2ാം കെട്ടാണല്ലോ. ഇത് 2ാം കെട്ടല്ലേ? സമ്മതിക്കാൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആദ്യ കെട്ടിലുള്ള ചേച്ചി ഉണ്ടല്ലോ, ചേച്ചിയും പിള്ളേരും അവരെല്ലാരും കൂടെ ഡെഡ് ബോഡി എടുത്തോണ്ട് പോകും. കൊടുക്കൂലേ? പാപ്പോ ഇത് കൊടുക്കൂലെന്ന് പറയാ ചേച്ചി. അവര് തട്ടിപ്പറിക്കണതിന് മുമ്പ് നമ്മളെ ടീം ചെന്ന് ഡെഡ് ബോഡി തട്ടിപ്പറിക്കണം. ചേച്ചി അതല്ലെന്ന്, ഈ ബോഡി നമ്മുടെ കയ്യിൽ കിട്ടിയാലല്ലേ ചേച്ചിക്ക് അണ്ണന്റെ സ്വത്ത് കിട്ടുള്ളൂ. അണ്ണന്റെ സ്വത്ത് കിട്ടിയാലല്ലേ ചേച്ചി നമുക്ക് തരാന്ന് പറഞ്ഞ കമ്മീഷൻ തരുള്ളൂ. അതിനെന്തോ വലിയ സുഖമാണല്ലോ അത് ചേച്ചി. അതുകൊണ്ട് ഉഗ്രൻ ഒരാളെയാണ് ഞാൻ ഏർപ്പാട് ചെയ്തേക്കുന്നത്. നമ്മളെ കണ്ണനെ വിട്ടിട്ടുണ്ട്. ഈ കള്ളന്മാരെ വിട്ടെന്നല്ല, കണ്ണനെ പറഞ്ഞു വിട്ടിട്ടുണ്ട് മെഡിക്കൽ കോളേജിലോട്ട്. ഇമാതിരി പ്രവൃത്തി ചെയ്യണമെങ്കിൽ ശകലം തരികിട സ്വഭാവമുള്ള ആരെങ്കിലും വിട്ടേ പറ്റുള്ളൂ. മനസ്സിലായ? കണ്ണൻ ചെല്ലും, ബോഡി എടുക്കും, പുല്ലിവിടെ കൊണ്ടിട്ട് അങ്ങോട്ട് കത്തിക്കുന്നു. ദർഭ പുല്ലിട്ട് കത്തിക്കുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായോ? വെറുതെ കരയേണ്ട കാര്യമില്ല. കണ്ട നിങ്ങളെ ബന്ധു സുരേന്ദ്രമാമൻ വിളിക്കുന്നു. ഒറ്റ വിളിയില് മാമൻ ചത്തു. മരണം അറിഞ്ഞതിന് ശേഷം 72ാമത്തെ പാട്ടാണ് പാടുന്നത്. ഇവിടെ കിടന്നുണ്ട്. ഈ കോളൊന്ന് എടുത്തോട്ടാ. സുരേന്ദ്രമാമ പാലയെണ്ണം പോയി എന്ന് വരുമെന്നാ? ജോലി കിട്ടി ദുബായി പോയല്ല, പടമായി. കണ്ടിന്യൂ വേഷമാണെന്നാ? ഏത് ഡയറക്ടർ എന്നാ? എവിടെ കൊണ്ടാ കേക്കണത്? അതല്ലെന്ന്, ചത്ത് മലച്ച് മേളിലോട്ട് ഒറ്റ പോക്ക്. ഒന്ന് പതുക്കെ കരയോ? ഞാൻ ഒന്ന് സംസാരിച്ചോട്ടാ. മാമന് അടുത്ത ബന്ധുക്കളൊക്കെ ആണല്ലോ. ഞങ്ങളിവിടെ കുറച്ച് അയൽവക്കക്കാരുണ്ട്. ഞങ്ങളിങ്ങനെ വന്ന് കാര്യങ്ങൾ
എന്തോ അമ്മ ട്രെയിനിൽ എവിടെയെങ്കിലും പോണോ? ഇല്ല, ഞാൻ മരണ വീട്ടിരിക്കണ. എന്റെ അമ്മ സത്യമായിട്ട് മരണ വീട്ടിരിക്കണ്. നിങ്ങൾ പതുക്കെ വന്നാ മതി. നമ്മളിവിടെ അയൽവക്കക്കാരൊക്കെ ഉണ്ടല്ലോ, അവര് കാര്യങ്ങളൊക്കെ വിളിച്ച് ഓരോന്ന് ക്ലിയർ ആക്കിക്കോളാം. ഇല്ല അമ്മ സത്യമായിട്ടും ഇല്ല. രമ ചേച്ചിയുടെ വീട്ടിൽ നിൽക്കണ്. രമയം കൊണ്ട് ഒളിച്ചോ? ഇല്ല അമ്മ സത്യമായിട്ട് ഞാൻ വീട്ടിൽ നിൽക്കണ്. ട്രെയിനിന്റെ സൗണ്ട് കേൾക്കണെന്നാ. ആ ചങ്ങല വലിച്ച പുല്ല് ട്രെയിനിനെ ഞാൻ നിർത്തും കേട്ടാ. ഒറ്റയ്ക്കേ ഉള്ളൂ ഇവിടെ, മനസ്സിലായ? ഓരോ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ വേണ്ടി ബന്ധുക്കളെയൊക്കെ അറിയിക്കണ്ടേ, ഓരോ കാര്യങ്ങൾ ചെയ്യണ്ടേ. ഇത് എന്നെടുത്ത ഫോട്ടോ ഇത് ഞങ്ങൾ മലമ്പുഴ പോയപ്പോ എടുത്തതാ. എന്നിട്ട് മലമ്പുഴ ഡാമൊക്കെ കണ്ടാ ചേച്ചി? ഞങ്ങള് കണ്ട്. അവിടെ വന്ന ഒരു 10 പേര് വെള്ളത്തിൽ പോയി. അയ്യോ അണ്ണൻ പിടിച്ച തള്ളിയിട്ടാ? അല്ല, പിന്നെ ഈ മുഖം കണ്ട് ചിരിച്ചു വെള്ളത്തിൽ പോയി. പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ കണ്ണിലുണ്ണി, നാട്ടിലെ മുത്ത്, പെണ്ണുങ്ങളുടെ പേടി സ്വപ്നമായ ബാലൻ ചേട്ടൻ മരിച്ച വിവരം വ്യസനസമേതം അറിയിച്ചു കൊള്ളുന്നു. മതി മതി മതി. ഇന്ന് വൈകിട്ട് കൃത്യം 6 മണിക്ക് ബാല ഉണ്ടായിരിക്കുന്നതായിരിക്കും. എന്തോന്നാ നീ പറയണത്? കൃത്യം 6 മണിക്ക് തന്നെ ബാലണ്ണന്റെ അടക്കം ഉണ്ടായിരിക്കും. അങ്ങനെ സമേതം എല്ലാരെയും അറിയിച്ചു കൊള്ളുന്നു. മാർഗഴിയേ മല്ലികയെ മന്ദാര പൂങ്കുരുവി മഞ്ഞളും എന്തോന്ന് പണിയായി കാണിക്കണത്? എന്തോന്ന് പണിയെന്നോ? ഇയാളല്ലേ പറഞ്ഞ മരിപ്പ് എല്ലായിടത്തും അറിയിക്കണമെന്ന്. ഇങ്ങനെയാണ് അറിയിക്കുന്നത്. കാര്യങ്ങൾക്കും ഭയങ്കര പൈസ. ഈ മുടുക്ക് വഴിയിലൊക്കെ വണ്ടി കയറുവോ? അത് വണ്ടി പോകൂല. അതാകുമ്പോ ഞാൻ ഇതും വെച്ചോണ്ട് ഇങ്ങനെ ആൾക്കാർക്ക് പ്രിയമുള്ളവരെ പേടി സ്വപ്നമായ ബാലൻ ചേട്ടൻ അങ്ങനെ പറഞ്ഞതിന്റെ ആ മൈക്ക് എവിടെയെങ്കിലും കൊണ്ട് വെയ്യൊന്ന് ഇതൊന്ന് പിടിക്കോ. ഹലോ ഹലോ ഹലോ. അവളെ തന്നെ കൊണ്ട് കൊടുത്തു. 57 പാട്ട് കഴിഞ്ഞു. വാ, ഞാൻ കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്തല്ല. എന്തുവാ? നമ്മളെ ബാലയുണ്ട ഫോട്ടോ നമ്മളെ ഇലക്ട്രിക് പോസ്റ്റിൽ സാധാരണ മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒട്ടിക്കുമല്ലോ, ആദരാഞ്ജലികൾ. ഒറ്റ ഫോട്ടോ ഒട്ടിച്ചിട്ടില്ല നീ. ആര് പറഞ്ഞാണ്ട് ആ പോസ്റ്റിലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഈ ഒട്ടിച്ചു വരുമ്പോ ഈ കണ്ണാടി ഉണ്ടല്ലേ, ഇത് പിറകിലോട്ടായി പോകും. അതുകൊണ്ടാണ് ആരെന്ന് മനസ്സിലാവൂല. ഇങ്ങനെയാണ് ഈ ഫോട്ടോ ആണെങ്കിൽ നമ്മുടെ റബ്ബർ എസ്റ്റേറ്റ് അവിടെ കൊണ്ട് ഒട്ടിച്ച്. അപ്പൊ അവിടെ നിന്ന് ഒരു മാമി ചോദിക്കുവാണ്, എന്തോന്ന് മക്കളെ ഈ ഹെലികോപ്റ്റർ എപ്പോ വരും തുരിച്ചടിക്കാനെന്ന്. പിന്നെ അടക്കം കഴിയണവരെ ഇതിനെടുത്ത് തിരിച്ചു വെക്കട്ടെ. അയ്യോ, നീ വരാൻ താമസം എന്ത്? ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടിയായിരുന്നു ഇവിടെ. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇവിടെ ഒന്നും ചെയ്തില്ലേ? ഞാൻ രാവിലെ മരി പറഞ്ഞപ്പോ രാവിലെ തന്നെ വണ്ടി എടുത്തോണ്ട് പോയി അറിയുമോ ഹോസ്പിറ്റലിൽ. ആദ്യത്തെ കെട്ടിലെ പെണ്ണും പിള്ള അവിടെ ഉണ്ടായിരുന്നു. ശാരദയൊക്കെ. അപ്പൊ അവര് 2 പിള്ളേരും കൂടി ഇങ്ങനെ നിക്കണ്. എന്നിട്ട് എങ്ങനെ നിന്നത്? വെളുപ്പാങ്കാലല്ലേ, തണുപ്പായിരിക്കും. എനിക്കറിഞ്ഞാ ഇങ്ങനെ നിക്കുക. ഞാൻ ഇവരുടെ ബാക്കിൽ കൂടെ പോയത് ഒരു അറ്റൻഡർ. ഡേയ്, നീ കുറെ നേരമായിട്ട് ഇവിടെ കറങ്ങുന്ന എന്തുവന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു KVR ബാലന്റെ ആളാണ്. അത് മതി, അത് ഇതാടാ ഇത്രയും താമസിച്ചേ, ഇതായിരിക്കണം ചെയ്യുന്നതിന് മുന്നേ എടുത്തോണ്ട് പോന്ന് പറഞ്ഞു. നേരെ ഞാൻ ആംബുലൻസ് ഇട്ട് കത്തിച്ചു. ഇപ്പൊ കരയേണ്ട കാര്യം എന്താണ്? ഇത്രയും സ്ഥലം ഇവിടെ കിടന്നിട്ട് എന്തിനാണ് ആ മനുഷ്യനെ അവിടേക്ക് ഇട്ട് കത്തിച്ചത്? അതല്ല ചേച്ചി, അത് ഈ ഡ്രൈവർമാരുടെ ഒരു ഭാഷയാണല്ലോ. അത് രജനീകാന്തിനല്ലേ ഭാഷ, ഡ്രൈവർമാർക്കാണോ? എന്റെ പൊന്നു ബാലണ, നീ പോയതേ പോയി. ഈ സാധനത്തിനെ കൂടെ ഒന്ന് കെട്ടിയെടുത്തോണ്ട് പൊയ്ക്കൂടായിരുന്നു. എന്തിനാണ് കണ്ണാറ ദുഃഖം കാണിക്കാൻ വേണ്ടി ഇങ്ങനെ? ഞാൻ പറയാം ചേച്ചി, അത് നമ്മൾ ആംബുലൻസിന്റെ ഒരു ഇതാണ്. അപ്പൊ എന്തായാലും സാധനം ബോഡി ആംബുലൻസിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ചേച്ചി എനക്കാളും വിഷം തെളിയിക്കാണ് ഇവിടെ. ഈ ചേച്ചി ബാലൻ ചേട്ടനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാ. ഈ ചേച്ചി കള്ളമ്മോനെ, ഈ ചേച്ചി കള്ളമ്മോനെ, അടങ്ങേച്ചി, കള്ളമ്മോനെ, അടങ്ങേച്ചി, കള്ളമ്മോനെ, അടങ്ങ് ചേച്ചി, കള്ള അടങ്ങ്. അടങ്ങേച്ചി, അടങ്ങേച്ചി, കള്ളമ്മോനെ, അടങ്ങേച്ചി, അടങ്ങേച്ചി, അടങ്ങണേ. ആദ്യം നീ ഒന്ന് പൊടിക്ക് അടങ്ങണേ, ഇല്ലെങ്കിൽ ഇവരെ സഹോദരൻ വന്ന ആ കുഴിയിൽ നിന്നെ അടക്കും. ഞാൻ ഉള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ചേച്ചി ഒന്ന് ആശ്വസിപ്പിക്കണ്ടേ? ചേച്ചി പേടിക്കണ്ട, നമ്മള് നാട്ടുകാരൊക്കെ ഉണ്ട് കേട്ടോ. കേട്ടിട്ടില്ലേ, നല്ലവൻ സാവിറൻ കെട്ടവൻ വാഴുകിറാൻ നമ്മ കയ്യിലില്ലേ. നീതാനേ, നീതാനേ കടലായി. എന്ത് പോയി പോയി പോയി. നീ
എന്തിനാ അവിടെ കയറിയിരിക്കണം? എഴുതിടാ ഇങ്ങോട്ട് നാണല്ലോ. ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ചേച്ചിയുടെ കാര്യം ഇങ്ങോട്ട് മാറി. ചേച്ചി വിഷമിക്കണ്ട, നല്ലവരെ ദൈവം നേരത്തെ മേളിലോട്ട് വിളിക്കും. പറഞ്ഞേ എന്ത് എന്ത് നീ എന്ത് അനാവശ്യം ഇപ്പൊ പറഞ്ഞേ? ഞാൻ ഒരു അനാവശ്യം പറഞ്ഞില്ല. ഇപ്പൊ നീ എന്ത് പറയാ? നല്ലവരെ ദൈവം നേരത്തെ മേളിലോട്ട് വിളിക്കും. ഞാൻ ഫോട്ടോ ഒക്കെയാണ്. ചേട്ടാ യവ അത്ര നല്ലവനൊന്നും അല്ലായിരുന്നു. ഭയങ്കര മോശ പേരാണ് ഇവന്. പിന്നെ യവനൊക്കെ പുറത്തിറങ്ങി നിറഞ്ഞ അന്ന് ലേഡീസ് ഹോസ്റ്റലൊക്കെ അവധിയാണ്. അത്രയും വൃത്തിയായിട്ടവനാണ് യവൻ. കാരണം ഉറങ്ങാൻ പറ്റൂല. എന്റെ കഥവ് തന്നെ ഒരു ദിവസം വന്ന് മുട്ടിയവൻ. ഇവനാ ബാലണ്ണനാ? ഞാൻ ശരിയല്ലെന്ന്. അയ്യോ. അപ്പൊ ഞാൻ ഒരു കാര്യം ചോട്ടെ, ഈ ദഹനത്തിന്റെ എങ്ങനെയാണ്? ദഹനത്തിന് വെളുത്തുള്ളി ബെസ്റ്റാണ്. അതാണോ ഇഞ്ചി? ഇഞ്ചി അല്ല, ജലൂസില്. അവര് കേക്കണ്ട, അവര് സങ്കടപ്പെടും. അവിടെ ഇരുന്നോട്ടോ. ജലൂസിലല്ല, അതല്ലെന്ന്. ഇത് കത്തിക്കണ്ടേ? ബോഡി കത്തിക്കുന്ന കാര്യമാണ് ഞാൻ കത്തിക്കണം. ചോദിക്കുന്നത്. കേരളമാണല്ല, കിണ്ണം കാച്ചിയ വെയിലാണ്. ടെറസിൽ കൊണ്ട് 10 മിനിറ്റ് ഇടുക, ചട്ടും വെച്ച് മറിച്ചിടുക. ഇവിടെ ഡബിൾ ബുൾസേ അല്ല, അവരെ കെട്ടിയവന്റെ കാര്യമാണ് ചോദിച്ചത്. കത്തിക്കണ്ടേന്ന്. ഇവിടെ വിറവും കാര്യങ്ങളൊക്കെ ഒപ്പിക്കണ്ടേ? വിറകോ വല്ല മരവും. വിറവിനൊക്കെ ഭയങ്കര ചെലവാണെന്ന് പറഞ്ഞു സുഹൃത്തെ. തെങ്ങ് മാവ് ഏതെങ്കിലും ഉണ്ടോ? ആ പുറകിൽ നല്ലൊരു ഉഗ്രൻ തെങ്ങുണ്ട്. എവിടെ? എന്റെ പുറകില്ല, പിന്നെ വീടിന്റെ പുറകിൽ നല്ലൊരു ഉഗ്രൻ തെങ്ങ്. ആ തെങ്ങ്. ചേച്ചി ഇതിന്റെ കാര്യമില്ലേ, കത്തിക്കണമല്ലോ. അപ്പൊ എന്റെ നോക്കണേ, അത് തിരിച്ചു പെയ്യടാ ബോർഡ് കുറച്ച്. കത്തിക്കണമല്ലോ. അപ്പൊ കത്തിക്കുമ്പോ തെങ്ങില്ലേ ഒരു നിൽക്കുന്നത് ഞാൻ തരത്തില്ല. അത് പെട്ടെന്ന് ഞാൻ സമ്മതിക്കത്തില്ല. എന്ത് കേട്ടോ സമ്മതിക്കത്? വർഷം എന്തോരം തേങ്ങ തരുന്നറിയോ? അപ്പൊ ഇങ്ങേരോ? ഇങ്ങനെ ഒരു തേങ്ങ തന്നിട്ടില്ല. ചൂട്ടും കൊതുമ്പൊക്കെ ഉണ്ടോ? ആ ചൂട്ടും ചൂട്ടും കൊതുമ്പ്. ഇതെന്ത്? ഇതുപോലത്തെ കൊറേ മടല് വീണ് കിടക്കണ്. വീടൊക്കെ വെട്ടി ഒടിച്ച് നമുക്ക് അണ്ണനെ കത്തിച്ചൂടെ? ഞാൻ ഇന്നലെ കൂടി ഇതുപോലൊരു സാധനം കണ്ട് പേടിച്ചതാ. എന്ത് അവരെവിടെ പോയി? ഞാനിവിടെ ഉണ്ട്. അവിടെ പോയി. എന്താണ് ഡ്യൂട്ടി? എന്താണ്? കര കത്തിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ഒരു കാര്യം ചെയ്യാ, അടുത്ത ബന്ധുക്കളെ കൊണ്ട് അടക്കം പറയണ്ടേ? അടക്കം പറഞ്ഞ ആര് കേൾക്കും? നീ ഉറക്കം പറ. നിനക്ക് ആരെയാണോ പേടി? ആരെയാണോ നിനക്ക് പേടി? നീ ഉറക്കം പറയടാ. നീ ഉറക്കം പറ. അടങ്ങടാ. ബന്ധുക്കളടുത്ത് അടക്കം പറയണ്ടേ? അടക്കം അടക്കം അതാന്നില്ലേ? അത് പറയണം. അത് വേറെ കേസ്. ചേച്ചി ഒറ്റയ്ക്കല്ലേ ഉള്ളൂ ഇവിടെ, വേറെ മക്കളൊന്നും ഇല്ലല്ലോ. ഇല്ല. അപ്പൊ അടുത്ത ബന്ധുക്കളൊന്നും ഇല്ല. മരിച്ചത് ആരായിട്ട് വരും? രാത്രി പ്രേതമായിട്ട് വരും. ഞാൻ അതാണ് കണ്ണാ ചോദിച്ചത്. എടാ ഈ ബന്ധുക്കളൊന്നും ഇല്ലല്ലോ, നിന്റെ ആരെങ്കിലും ആയിട്ട് വരുവോ? എന്റെ ആരുമായിട്ട് വരത്തില്ല. നിന്റെ ആരെങ്കിലും ആയിട്ട് വന്നു കഴിഞ്ഞാലേ നിന്നെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കായിരുന്നു. അയ്യോ അങ്ങനെ പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം ഞാൻ പറയട്ടെ, ഈ ബാലൻ ചേട്ടൻ എന്ന് പറഞ്ഞ സത്യം പറയണ്ടേ, ഭാഗ്യം ചെയ്ത മനുഷ്യനാണ്. സത്യോടാ സത്യം. അത് കിടത്തിയില്ലല്ലോ, കുത്തിച്ചാരി വെച്ചേക്കാണ്. അതല്ലെന്ന്. പിന്നെ അധികം കിടന്ന് നരയിച്ചതൊന്നും ഇല്ലല്ലോ. അപ്പൊ പുള്ളിക്ക് നമുക്ക് നല്ലൊരു ട്രീറ്റ് കൊടുക്കണം. ട്രീറ്റ് ചേച്ചി ട്രീറ്റ് ഏർപ്പാട് ചെയ്തല്ലോ. എന്തോ 10 LED വാള് കൊണ്ടുവരും. ചേച്ചി LED വാള് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് അണ്ണൻ ജീവിച്ചിരുന്നപ്പോ വേറെ ആ പടി ഈ ഒരു ഫോട്ടോയിൽ വിളിച്ചിരിക്കുന്നത് വേറെ ഒന്നും ഇല്ലല്ലോ. അതായത് സംഭവം എന്ന് വെച്ചാൽ ഈ വരുന്ന ബന്ധുക്കളല്ലേ, അവര് കാണാൻ വേണ്ടി ഒരു 2.5 മിനിറ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അണ്ണൻ ഓണത്തിന് നാരങ്ങ സ്പൂണും കൊണ്ട് ഓടിയില്ലേ, ആ വീഡിയോ പയ്യന്മാരെ അതൊരു കത്തി തുടങ്ങുന്നത് ആ സാധനം ഫസ്റ്റ് അങ്ങ് ചാടും. പിന്നെ കൊറോണ സമയത്ത് പോലീസ് ഓടിച്ചപ്പോ നിക്കറില്ലാതെ ഓടിയില്ലയോ, അതും ഒരു 2.5 മിനിറ്റ്. അതും ഈ 3 വീഡിയോ കൂടി ചേർത്ത് ഒരു 3 മിനിറ്റ് LED വാളി ബന്ധുക്കൾ വരുമ്പോൾ കാണിക്കും. അതിന്റെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞ അവസാനം എന്ന് പറഞ്ഞാൽ 2 കുന്ന് നടുക്ക്, 2 മലയുടെ നടുക്കുന്ന് ഉദയസൂര്യൻ വരാൻ ബാലണ്ണ ഇങ്ങനെ മണ്ടയിൽ സൂര്യ ഇങ്ങനെ സൂര്യ താഴെ ഇങ്ങനെ ആദരാഞ്ജലി. അവിടെ ഒരു പാട്ടും കൂടെ ഉണ്ട്, ഒരു കിണ്ണം കാച്ചിയ പാട്ട്. കിഴക്ക് സൂര്യൻ ഉദിച്ചല്ലോ. ആ പാട്ട് അത് ചേച്ചി പാടാം. കോൺസേർട്ട് വൈ സായി ആൻഡ് കണ്ണൻ അടിയോ. ഇൻസ്റ്റാഗ്രാമിൽ ഇടുമ്പോ എന്നെ കൂടെ ടാഗ് ചെയ്യണേ. ഇൻസ്റ്റാഗ്രാമില് ഇടുമ്പോഴത്തേന് എന്നെ കൂടെ ടാഗ് ചെയ്യണേ. ഐഡി പറ. ഐ കില്ലർ രമ. ഒരു കാര്യം ഒരുക്ക് ചേച്ചി അല്ലെന്ന്. ഇപ്പൊ ചടങ്ങ് നടക്കണ്ടേ? ഓടി കൊണ്ടുവെക്കണം. നീ ഒരുക്ക്. അപ്പൊ ചേച്ചി എവിടെയെങ്കിലും പിടിച്ചിരുത്ത്. ചേച്ചി എന്റെ അമ്മോ, എനിക്ക് ഓരോ ചേച്ചി പേടിക്കണ്ട കേട്ടാ, നമ്മളുണ്ട്. ഇങ്ങോട്ട് ഇവിടെ വെക്കട്ടാ, അവിടോട്ട് വെച്ചു കേട്ടാ, നമ്മളെല്ലാ കാര്യങ്ങളും ഉണ്ട്. അയ്യോ എനിക്കിത് സഹിക്കണില്ലേ, എനിക്കിത് സഹിക്കണില്ല. അയ്യോ അലഞ്ചേട്ടോ, അലഞ്ചേട്ട ഇത് നോക്കാം. വെളിച്ചെണ്ണ എവിടെ ഇരിക്കുന്നു? എടുത്ത് ഞങ്ങളെ കൊല്ലിക്കാൻ വന്നതാണോ? അയ്യോ ബാലൻ ചേട്ടോ, ചേട്ടോ ഇപ്പട്ടി എവിടെ ഇരിക്കണേ ചേച്ചി? ചേട്ടോ, ബാലൻ ചേട്ടോ,
അവൻ നല്ല മനുഷ്യനായിരുന്നു. എല്ലാ അഭിനയത്തിന് കൂടണുണ്ട് കേട്ടോ ചേച്ചിയുടെ. അതെ അതെ അതെ. ഇന്ന് ഇവിടെ ഒരു മരണവും കൂടി നടക്കുവേ. അയ്യോ 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 അയ്യോ. ഒരു മിനിറ്റ്. ബാലൻ ചേട്ടോ, ബാലൻ ചേട്ടോ, ബാലൻ ചേട്ടോ, എന്തു പറ്റി, എന്തു പറ്റി? ഉറക്കമില്ലായ്മ, BP, ശരിയായ ഭക്ഷണം കിട്ടുന്നില്ല. രാവിലെ മരണം വരെ അറിഞ്ഞപ്പം പടാന്ന് പറഞ്ഞ് എടുത്തിയാടി മെഡിക്കൽ കോളേജിൽ പോയി. മറന്നു ഇടാൻ വിട്ട്. ഇത്രയും ചെലവിന്റെ ഇടയിൽ വിട്ട് ഒരു 100 രൂപ ഞാൻ തരും അതിന്. എന്തിന്? ഇത് മേടിക്കാൻ വേണ്ടി. ദഹിപ്പിക്കാനുള്ള ഏർപ്പാട് ചെയ്യണ്ട നോക്കിക്കൊണ്ടെങ്കിൽ നീ അടങ്ങി, ഞാൻ പറയാം. എടുത്തോണ്ട് വരട്ടെ, കൊണ്ടുവരട്ടാ, എടുക്കാൻ പോട്ടാ. ആ സമയം കൊണ്ട് കരയണേ. കര 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 ഹര 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 ശങ്കര. കാറ്റിക്കളഞ്ഞ വേറെ ഇരുന്ന് കരയായി. അയ്യോ എന്റെ ചേട്ടനെ ഇപ്പൊ കടിക്കാത്ത കര. വാ. എന്റെ ചേട്ടനെ ഞാൻ ഒറ്റയ്ക്ക് വിടത്തില്ല, എന്റെ ചേട്ടനെ ഒറ്റയ്ക്ക് വിടത്തില്ല. ഞാനും വരട്ടെ, ഞാനും വരട്ടെ, ആടു വയ്ക്കാൻ കാടിനുള്ളിൽ. ചേച്ചി ഒരു നോക്ക്. എനിക്ക് കാണണ്ടേ? കാണണ്ടെന്നറാ, അവർക്ക് കാണണ്ടെന്ന്. ചേച്ചി ഈ അണ്ണമ്മ വന്നപ്പോഴാ സത്യം പറഞ്ഞ ഈ കുടുംബത്തല്ലേ ചേച്ചി ഐശ്വര്യം. പാടിരുൾ വീഴുമീ 4 കെട്ടിൽ നിന്റെ പാദങ്ങൾ തൊട്ടപ്പോൾ പൗർണമിയായി. അതിങ്ങി വാ, ഒരു നോക്ക് കാണു ചേച്ചി. വേണ്ടടാ, കാണണ്ടടാ. കാണ്. എനിക്ക് കാണണ്ടേ? കണ്ണ കാണണ്ട, കണ്ണ അയ്യോ ബാലണ്ണ കാണ്, കാണുക. ആർക്ക് കാണണ്ടേ? ചേട്ടോ നിങ്ങൾക്ക് ആർക്കും കാണാൻ വയ്യെങ്കി എന്റെ ബാലണ്ണ ഞാൻ കാണും. ബാലണ്ണന്ന് വെച്ചാലേ എനിക്ക് ഉയിരാണ് അറിയാം, ഉയിര്. അലൻ ചേട്ടോ, അലൻ ചേട്ടോ, രമേശിക്ക് ഇനി ആരുണ്ട്? ബാലൻ ചേട്ടോ, അയ്യോ 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 ബാലൻ ചേട്ടോ, അയ്യോ 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 അയ്യോ. ഈ കുടുംബത്തിന്റെ വിളക്കാരൻ നെമ്മത്തിന്റെ തേങ്ങ അടിച്ച് ചെറുക്കലീറുകളയും. എന്താണ് ഇത്? ഇതെന്തോ മാജിക്ക് ചെയ്തല്ലേ? മാജിക്കാ? പിന്നെ നീ എന്താ ചെയ്തത്? നീ കൊണ്ടുവന്നത് ആശുപത്രിയിൽ നിന്ന്. ആശുപത്രി ഞാൻ കൊണ്ടുവന്നതോ? നീ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്ന ബാലന്റെ ബോഡിയാണിത്. ദൈവമേ, അവിടെ ചെന്നപ്പോ മാറിപ്പോയി. അവിടെ ചെന്ന് നീ എന്തോന്ന് ചോദിച്ചത്? ഞാൻ അറ്റൻഡന്റ് പറഞ്ഞ് KBR ബാല് വേണമെന്ന്. എങ്ങനെ? KBR ബാലിനെ വേണമെന്ന്. ഇവൻ കേട്ടത് KBR ബാലിന് വേണമെന്ന്, അവര് കേട്ടത് കവർ ബാല് വേണമെന്ന്. ഉള്ള കവർ ബാലെല്ലാം കൂടെ എടുത്ത് അടുക്കി വെച്ചേക്കണ്. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ ഓടിപ്പോയി മാമന്റെ അടുത്തോണ്ട് വരട്ടെ. മാമന്റെ അടുക്കാണ് ആദ്യ ഭാര്യ കൊണ്ടുപോയി കാണൂലേ? എവരോട് എന്തോ പറയാ. ഇത് വാർഡിൽ വിളമ്പാനുള്ള സാധനമല്ലടാ. മാമ എവിടെ? മാമനെ ചിലപ്പോ ഇപ്പൊ മാടി വിളമ്പുമായിരിക്കും ആരെങ്കിലും. വാർഡിൽ വിളമ്പണ എനിക്ക് അറിഞ്ഞൂടാ, അതിൽ എടുത്തോണ്ട് ഇവാ. ചേച്ചി ആദ്യമേ പറഞ്ഞ് എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞ് അതിൽ കയറി പിടിച്ചോളണം നമ്മള്. കാണണമെന്ന് പറഞ്ഞാ വലിച്ച്. ചേച്ചി നിങ്ങൾക്ക് കാണണ്ടല്ലേ? എനിക്കൊന്ന് കാണണേ. നിന്നിട്ടാ ചോദിക്കാൻ പോയത് ഇപ്പോഴും. അവര് വേണ്ടാന്ന് പറഞ്ഞല്ലേ, വേണ്ടാന്ന് പറഞ്ഞല്ലേ. പറ കാണണ. കാണണോ? എനിക്കൊന്ന് കാണണം. കാണണോ? കാണണം. എന്തിന് കാണണം ഇതിനെയൊക്കെ? എന്തിന് കാണണത്? ചേച്ചി, ചേച്ചിയുടെ മനസ്സിൽ ബാലയുണ്ട് ഈ ചിരിക്കണ മുഖം ഉണ്ടാ? ചേച്ചി മരിക്കുന്നവരെ ഈ ചിരിക്കണ മുഖം ചേച്ചിയുടെ ഉള്ളിലും കിടക്കട്ടെ ചേച്ചി. അങ്ങനെ മതി. അത് മതി. എന്തിനു കാണുന്നത്? നോക്കടാ, തൂക്ക്. എനിക്ക് അവസാനമായിട്ടൊന്ന് തൊട്ടെങ്കിലും നോക്കണം. ഇവര് ഒരു തൊട്ട് നോക്കണമെന്ന്. അച്ചാർ കൊടുത്താലോ? രമേ, നീ സാധനമൊക്കെ അടിക്കുമല്ലേ? പിന്നെന്തോ ഒന്ന് തൊട്ട് നോക്കണോ? എങ്ങനെ തൊടും? തൊടണോ? ആ. എന്തോന്ന് തൊടായിരിക്കണ ഇതൊക്കെ? കണ്ട ബാലണ്ണന്റെ തല കണ്ട, എന്തൊരു തണുപ്പടാ. കബർവാല് തണുക്കൂലേ? കണ്ടാ ബാലണ്ണന്റെ കൈ, നെഞ്ച് കണ്ട. ബ്രെഡ് പൊടിക്കല്ലേ? ഇതെന്താടാ? അവിടെ മുട്ടയും ബ്രെഡൊക്കെ അതൊന്നും പിടിച്ച് കേക്കല്ലേ? അതൊക്കെ കൊണ്ട് കൊടുക്കണ്ടേ ഇതൊക്കെ? ചേച്ചി, ഇനിയിപ്പോ തൽക്കാലം നമ്മള് ഇവിടെ ഇട്ട് ഡെഡ് ബോഡി ദഹിപ്പിക്കണ്ട. ആദ്യ ഭാര്യയും ചേച്ചി അവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര വിഷയമാവും. തീ അണച്ച എടുത്തോണ്ട് പൊക്കള ഇതിനെ. അതുകൊണ്ട് നമ്മളങ്ങ് അപ്പുറത്തെ അല്ല മറ്റേ ഈ പൊതുവായിട്ട് കൊണ്ട് അടക്കണേ ശ്മശാനം. ആദ്യം ആ പറഞ്ഞ സാധനത്തെ ഞങ്ങൾ കൊണ്ടുപോയി അടക്കാം. ചേച്ചി കുറച്ചേരം അകത്ത് പോയിരുന്നു റെസ്റ്റ് എടു. ഇപ്പൊ എന്തിനു കരയണത്? നേരത്തെ കരച്ചിന്റെ കുറച്ച് ബാലൻസ് ആ പോയിരുന്നു കര പോ ചെല്ലി. രമേശി
അവര് പോണ്, നീ ഇത് പിടിയടാ രമേച്ചിടാ. ഒരു കാര്യം ചെയ്യ്. എടുത്തിട്ട് പെട്ടെന്ന് എനിക്ക് മുട്ടയും പാലും പഴവും ഒക്കെ എന്താ. എനിക്ക് മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലായി. ചേച്ചി ഞങ്ങള് എനിക്ക് മനസ്സിലായി, നീ ഒന്നും പറയണ്ട. അറിയാതെ എനിക്ക് മനസ്സിലായി, ചേച്ചിക്ക് എന്തോന്ന് മനസ്സിലായി. നിങ്ങൾ നല്ലവരാന്ന് എനിക്ക് മനസ്സിലായി. ചേട്ടന്റെ ചടങ്ങിന് വരുന്നവർക്ക് കൊടുക്കാനുള്ള ഇല്ലല്ലേ എല്ലാം എടുത്ത് വെച്ചേക്കുന്നേ. പാലും ബ്രെഡും മനസ്സിലാക്കി എന്നറിയാ, എല്ലാ മരിപ്പിനും ഇഡലിയൊക്കെ അല്ലേ. നമ്മുടെ അണ്ണന്റെ മരിപ്പിന് ആൾക്കാർ വെറൈറ്റി ആയിക്കോട്ടെ. ബ്രെഡ് ഓംലെറ്റ്. എന്റെ ചേട്ടൻ എവിടെ അപ്പൊ? നമ്മളിപ്പോ ആംബുലൻസ് കയറ്റി വിട്ടു. മറ്റേ ചേച്ചി നേരത്തെ പറഞ്ഞില്ലേ, ആ സ്ഥലത്ത് വിട്ട്. അവര് കർമ്മമൊക്കെ ചേച്ചിക്ക് മക്കളില്ലല്ലോ, നമ്മള് സഹോദരന്മാരും ഒക്കെ മക്കളെ പോലെ അല്ലേ, ഞങ്ങൾ ആരെങ്കിലും കർമ്മം ചെയ്തോളാം. ഇനി ബന്ധുക്കളൊക്കെ വരുമല്ലോ, കവർ പാലും കാര്യങ്ങളൊക്കെ. അല്ല, പിന്നെ ഈ ബന്ധുക്കളൊക്കെ ഇനി കേട്ടറിഞ്ഞ് കുറെ പേര് വരാനുണ്ട്. ഇത്ര തികയത്തില്ല. 10-20 പാലുണ്ട്. അത് ഇനിയും വേണ്ടി വരും. 25 കവർ. അയ്യോ, ഇനി 25 കവർ എവിടെ ചെന്ന് ഒപ്പിക്കൂടെ? ഹലോ, 25 കവർ. ഭർത്താവ് മരിച്ചാ? ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരണമെന്നോ? ആരെയും വിളിക്കില്ല, ഞാൻ വരും. ബന്ധുക്കൾ വടക്ക്. സുജാതയുടെ ഭർത്താവില്ലേ മരിച്ച്. അപ്പൊ ബന്ധുക്കളെല്ലാം ബോഡിക്ക് വേണ്ടി വടക്ക്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ നേരെ ചെല്ലുന്നു, ആശുപത്രി ചെല്ലുന്നു, എടുത്തോണ്ട് വരുന്നു. വേറെ ആരും കിട്ടിയില്ല. ഞാനേ പോവൂ അവിടെ. നീയേ പോവുള്ള? ചേച്ചിക്ക് എത്ര കവർ പാല് വേണമെന്ന് പറഞ്ഞത്? 25 കവർ. 50 കവർ പാലും ബ്രെഡും ഞാൻ ഇവിടെ എത്തിക്കും. നീ എന്ത് ധൈര്യത്തിലാടാ വിളിക്ക് പറയുന്നേ? നീ അല്ലടാ ബോഡി എടുക്കാൻ പോണത്. 101 കവർ ചുരുക്കം ഇവിടെ കണ്ടിരിക്കും. ഓഫീസിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ട് ലീവൊക്കെ എടുത്തിട്ടാണ് നമ്മുടെ മാള് വീണ്ടും ഇവിടെ സ്കിറ്റ് കളിക്കാനായി എത്തിയിരിക്കുന്നത്. അങ്ങനെ സ്കിറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് നമ്മുടെ കാര്യക്കാരോട് ചോദിക്കാം. സ്റ്റാർട്ടിംഗ് വിത്ത് നസീർക്ക. കലക്കി, നന്നായിട്ടുണ്ടായിരുന്നു. ഒരുപാട് മരണവീട് എപ്പിസോഡുകൾ നമ്മൾ കാണാറുള്ളതാണ്. ഈ വേദിയിലും പല മരണവീട് വന്നു പോയിട്ടുള്ളതാണ്. പക്ഷേ ഇത് ശകലം വ്യത്യസ്തമായിട്ടുള്ളൊരു മരണവീടായിരുന്നു. നല്ല ആ ഫോട്ടോയിൽ തന്നെ അതിൻ്റെ ഹൈലൈറ്റ് ഉണ്ട്, കിടപ്പുണ്ട്. അതാരായിരുന്നു ആ ഫോട്ടോ? സജിപേ. അത് നല്ല കണ്ട് പരിചയമുള്ളൊരു മുഖം പോലെ ഫീൽ ചെയ്തു. പക്ഷെ സജിയാന്ന് മനസ്സിലായില്ലായിരുന്നു കേട്ടോ. കണ്ണട വെച്ചിട്ടായി. കണ്ണട അത്ര വലിപ്പമുള്ളത് വെച്ച് ഫ്ലെക്സിന്റെ അത്ര ഉണ്ട് കണ്ണട. ഞാൻ അത് കണ്ടാണ് ചിരിച്ചോണ്ടിരുന്നത് ഇത്ര നേരം. സാധാരണ നമ്മൾ മരണ വീട് കാണുമ്പോൾ അവിടെ ഒരു വെള്ളം അടിച്ചിട്ട് ഒരു അളിയൻ വരുമോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കേസൊക്കെയാണ് സാധാരണ നമ്മൾ കളിച്ച് കയറി പോകാറുള്ളത്. ഇത് അതിൻ്റെ വ്യത്യസ്തമായിട്ടൊരു സാധനം. ബോഡി അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന് മാറിപ്പോയി കൊണ്ടുവരുന്നു. പക്ഷേ അത് എൻഡിൽ അറിയുന്നെങ്കിലും അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാത്ത രീതിയിൽ നിങ്ങളത് അഭിനയിച്ച് വിട്ടു. അതിൻ്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങളാണ് മൊത്തം. ആരൊക്കെയാണ്, എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ക്ഷണിക്കേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. കൊള്ളായിരുന്നു. സുധീഷ് അടിപൊളിയായിരുന്നു കേട്ടോ. നീ നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ മാള് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആ മരണ വീട്ടിൽ സാധാരണ ഒരു കരച്ചിൽ അല്ലാത്ത രീതിയിലുള്ള ഒരു കരച്ചിലായിരുന്നു. 3 പേരും നല്ല രസമായിരുന്നു. പാട്ടുകളൊക്കെ നല്ല രസമായിരുന്നു. വിജു വർഗീസ് അടിപൊളിയായിരുന്നു. വിജു വർഗീസ് ആ മരണ വീട്ടിലെ ഫീലിംഗ് തന്നു നമുക്ക്. പിന്നെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ലോജിക്കലി ആലോചിച്ച് നോക്കിയാൽ അത് വേണമായിരുന്നോ എന്നൊക്കെ ചോദിക്കും. പക്ഷേ അവിടെ എല്ലാം നിങ്ങൾ ചിരി കൊണ്ട് ഫില്ല് ചെയ്തുകൊണ്ട് ആ ഭാഗങ്ങളെല്ലാം മറന്നു പോവുകയാണ്. നമ്മളൊരു ബോഡി എന്ന് പറയുമ്പോൾ ആ സാധനത്തിന് നമ്മൾ റെസ്പെക്റ്റ് ഒക്കെ ചെയ്യുമല്ലോ. പക്ഷേ ഇതെല്ലാം നമ്മൾ ആ സാധനം അവിടെ ഇല്ലെങ്കിൽ പോലും ആ ഫോട്ടോയിൽ നിങ്ങൾ ഓൾറെഡി അയാളുടെ ഫിഗർ എന്താണെന്ന് കൊണ്ട് പോസ്റ്റ് ചെയ്തതുകൊണ്ട് നമ്മൾ ആ ചോദ്യങ്ങളിലേക്ക് കിടക്കുന്നേ ഇല്ല. മൊത്തത്തിൽ ഓൾറൗണ്ട് നോക്കുമ്പോൾ നന്നായിരുന്നു, അടിപൊളിയായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. വിജു വർഗീസ്, സുധീഷേ, മാളു പൊളിച്ചടിക്കും കേട്ടോ. 3 പേര് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ 100% കേട്ടോ. നല്ല രസമായിട്ട് നിങ്ങളത് ചെയ്തു എന്നുള്ള. കാരണം നമുക്കൊരു മരണ വീട്, ഒരു ഡാർക്ക് ഹ്യൂമർ എന്ന് പറഞ്ഞാൽ മരണ വീട്ടിലൊരു സ്കിറ്റ് കളിച്ച് കയറ്റുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. അല്ലെങ്കിൽ നസീർക്ക് പറഞ്ഞൊരു കുടിയനുണ്ടായിരിക്കണം, അവിടെ അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടികളൊക്കെ വന്ന് അയാളുടെ കൗണ്ടറുകളായിരിക്കണം മിക്കവാറും മരണ വീട് സ്കിറ്റുകൾ. ഇത് ആ ഫോട്ടോ തന്നെ നമുക്ക് ചിരി വന്നു. അയാൾ ഇരിക്കുന്നു. പിന്നെ മാളു ഒരു ഉഗ്രം പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അതായത് ഈ പാട്ടൊക്കെ പറഞ്ഞു അതിനുശേഷം സ്റ്റെപ്പ് മാറിപ്പോകുന്നു, അല്ലെങ്കിൽ അത് കഴിഞ്ഞുള്ള ഒരു കൗണ്ടറിലേക്ക് പോകുന്നു. പിന്നെ ഇടയ്ക്ക് ഒരു ഫോൺ വരുന്നു, ഒരുത്തിടെ അപ്പന്മാരെ ആരോ ഒളിച്ചുകൂടിയെന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം പൊളിക്കാം, അവളെ കുറ്റം പറയാമെന്നൊക്കെ പറഞ്ഞൊരു സാധനത്തിൽ തുടങ്ങി. പിന്നെ നേരെ ബിജു വർഗീസ് ഉണ്ട്. ബിജു അടിപൊളിയായിട്ട് നല്ല രസമെന്ന് പറഞ്ഞാൽ അവിടെ വന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഏറ്റുപിടിച്ച് നിങ്ങൾ തമ്മിലുള്ള കൗണ്ടർ രസമായിരുന്നു. അതിനുശേഷം സുധീഷിൻ്റെ എൻട്രി. സുധീഷെ കുറേ കാലത്തിന് ശേഷം സുധീഷ് ഗംഭീരമായിട്ട് പെർഫോം ചെയ്തൊരു സ്കിറ്റാണ് കേട്ടോ. തുറന്നു പറയാം, തുടക്കം തൊട്ട് ഒന്നാമത് ആ സാധനം കൊണ്ടൊക്കെ വന്ന് DJ ഒക്കെ ആയിട്ട് വന്നു. അതിനൊരു റീസൺസ്, അതായത് മറ്റേ സാധനം കൊണ്ടുവന്ന് പുള്ളി പറയുന്നുണ്ട്. ഇതൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാ ലേഡി സ്റ്റോറുകളും പൂട്ടുന്നു, പേടി സ്വപ്നമായ എന്നൊക്കെ പറഞ്ഞ അനൗൺസ്മെന്റ് തന്നെ ഒരു ഹ്യൂമർ പരിപാടികളും നല്ല രസമുണ്ട്. പിന്നെ നിങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷൻ കൊള്ളായിരുന്നു. ഈ ബോഡി കൊണ്ടുവന്നപ്പോൾ നമുക്കൊരു ഇനി എന്തായിരിക്കും ഇവരിൽ ഇതിൽ ചെയ്യാൻ പോകുന്നത് കാര്യം. നമ്മളത് പുറമേ കാണുമ്പോൾ നമുക്കൊരു ചെറിയൊരു ഇത് വരും. പക്ഷെ അവിടെ നിങ്ങൾ അതിനകത്തൊരു ഹ്യൂമർ കൊണ്ടുവന്നു നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ക്ലൈമാക്സിലൊക്കെ കൊണ്ടെത്തിച്ചു. 3 പേരും പെർഫോമൻസ് ബേസിൽ പൊളിച്ചടിക്കുക സ്കിറ്റ് കേട്ടോ. അടിപൊളി. താങ്ക് യു ചേട്ടാ. സുതിമാളു ബിജു
ഇങ്ങനത്തെ ഡാർക്ക് ഹ്യൂമർ മരണവീട് സ്കിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ് സ്റ്റേജിലൊക്കെ. പക്ഷേ ഇവിടെ ഈ മരണവീട് സ്കിറ്റിനകത്ത് എല്ലാവരും ഇരുന്ന് കളിച്ച് നിങ്ങളുടെ നിങ്ങൾ ആഡ് ചെയ്ത സോങ്ങിന്റെ ഇത് ഇവിടെ എല്ലാവരും ഞാനും പ്രചോദനൊക്കെ ഇരുന്ന് മരണവീട്ടിലായിരുന്നു കളിച്ചത്. ഓസൈനുള്ളൊരു സാധനം അത് ഒന്ന് കാണിച്ചു തരും. ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്റെ ചേട്ടന്റെ കൂടെ ഞാനും കൂടെ വരട്ടായോ? ഞാനും വരട്ടെ ആടുമേക്കാൻ കാടിനുള്ളിൽ. ഉഗ്ര ടൈമിംഗ് ആണ് കേട്ടോ അത്. നിങ്ങള് അത് ഒരു സ്കിറ്റ് എഴുതുമ്പോഴേ അല്ലെങ്കിൽ റിഹേഴ്സൽ ചെയ്യുമ്പോഴേ അത് ഇട്ടിട്ട് പോകുന്ന ഒരു പരിപാടിയാണ്. അല്ല അതിലുപരി അതിനൊരു ലോഡാ കൊണ്ടുവരുന്നത്, ഒരു വെയിറ്റ് ഉള്ള. അതാണ് ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. നിങ്ങൾ സത്യസന്ധമായിട്ട് പറയണം, അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. കൗണ്ടറുകൾ ഇഷ്ടംപോലെ കൗണ്ടറുകൾ ഉണ്ടായിരുന്നു. നല്ല പെർഫോമൻസ് ആയിരുന്നു. ഓൾ ദി വെരി. ഓക്കെ, കമന്റ്സ് ഒക്കെ കഴിഞ്ഞു. ഇനി നേരെ നമുക്ക് പ്രൈസ് മണി എത്രയാണെന്ന് അറിയാം. സ്റ്റാർട്ടിംഗ് വിത്ത് നസീർക്ക. 20,000 രൂപ കൊടുക്കുക. 20,000. പ്രചോദേട്ടനോ? തീർച്ചയായിട്ടും ഞാൻ ₹1 കൂടുതൽ കൊടുക്കും. കാര്യം നമ്മൾ ഈ പറയുന്ന പോലെ ഒന്നും മറക്കരുത്. എവിടെയെങ്കിലുമൊക്കെ പെട്ടെന്ന് പോകുന്ന വെച്ചാൽ നമ്മൾ ഒന്നും മറക്കാൻ പാടില്ല. ₹1 കൂടുതൽ 1000 രൂപ, 21,000 രൂപ തന്നിരിക്കാം. മനസ്സിലായി? അടിപൊളി. അപ്പൊ 20,000, 21,000, 41,000 രൂപയാണ് ഇപ്പോഴത്തെ ടോട്ടൽ. ഇനി ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അസീസയ്ക്കാണ്. KVR ബാലൻ പോയ സ്ഥിതിക്ക് ഭാര്യയ്ക്ക് ജീവിക്കണ്ടേ? അപ്പൊ എന്തെങ്കിലും കൊടുത്തേ പറ്റൂ. ഒരു ഇടയ്ക്കൂടെ ഒരുത്ത നുഴഞ്ഞു കയറാൻ നോക്കി. വേണ്ട, ജീവിതകാലം മുഴുവൻ ജീവിക്കാനുള്ള പൈസ ഞങ്ങൾ തരും. ലൈഫ് ടൈം സെറ്റിൽമെന്റ്. ഓക്കെ അല്ലേ? എടുത്തോ. ഓ സൈന ബിജു വർഗീസിൽ നിന്ന് തുടങ്ങാം. കാര്യം ഒരുപാട് നമ്മൾ ഇവിടെ നിന്ന് കളിച്ചിട്ട് പോകുമ്പം മാർക്ക് കുറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ് ബിജു. അത് സംഭവം എന്താണെന്നറിയാം. കാരണം ബിജു പണ്ട് മുതലേ നമുക്കറിയാവുന്ന ഒരു പരിപാടി. ബിജു ഒരുപാട് ട്രൂപ്പുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുകയും ഒരു ട്രൂപ്പിനെയൊക്കെ കൊണ്ടുപോകാൻ ഒരു ക്യാപ്റ്റനെ പോലെ കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണ് ബിജു വർഗീസ്. കാരണം അവൻ്റെ ആ ഷോയൊക്കെ സത്യത്തിൽ ചിലപ്പോൾ പാളിപ്പോവുകയെന്ന് ചെയ്താൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ ആയിരിക്കും. നമുക്കറിയാവുന്ന ഒരുത്തരാണ്. തീർച്ചയായിട്ടും നമ്മളൊരു സ്കിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് പാടാണ്. ചിലപ്പോൾ അത് നല്ല ഹൈപ്പിൽ പോവും, ചിലപ്പോൾ നല്ല ഗ്രൂമിങ് ഹാളിൽ നമ്മൾ കാണിക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നല്ല സ്കോർ ചെയ്യുന്നുള്ളൊരു ആത്മവിശ്വാസം നമുക്ക് തരും അവർ. പക്ഷേ ചിലപ്പോൾ ഇവിടെ ഫ്ലോറിൽ വരുമ്പോൾ പൊട്ടും ചില സ്കിറ്റുകൾ. അതിൻ്റെ ഭയങ്കരമായിട്ട് ഒരു വിഷമം ഉണ്ടാവും. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് നമ്മുടെ കളിയിൽ ഹൈ സ്കോർ വന്നിട്ടല്ലല്ലോ നമുക്ക് മാർക്ക് ചെയ്യുന്നത്. നമ്മൾ മാർക്ക് ചെയ്യുന്നത് ചിരിയിൽ ഹൈ സ്കോർ, ചില ടൈം ചിരിപ്പിക്കുന്നതിനാണ് ഹൈ സ്കോർ നമ്മൾ പിടിക്കുന്നത്. അത്രേ ഉള്ളൂ. അത് ഇന്ന് നിങ്ങൾ കാണിച്ചു. നസീർക്ക് പറഞ്ഞ പോലെ തന്നെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഡാർക്കാണ് സംഭവം, ഡാർക്കാണല്ലോ. അപ്പോൾ ഇത് കയറ്റിക്കൊണ്ടു പോകാൻ പറ്റുമെങ്കിൽ മാത്രമേ പിടിക്കാവൂ. അത് ഇവിടെ ഗ്രൂമിങ്ങിന് വരുന്നതിന് മുമ്പ് ഞങ്ങൾ ഫോൺ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് സംസാരിച്ചു. ഇതിൻ്റെ എൻഡ് വരെ ഓക്കെ ആക്കി എടുത്ത്. അടിപൊളി. താങ്ക് യു. പറയൂ. പറയാനെങ്കിൽ അസീസൊക്കെ പറഞ്ഞ പോലെ ആദ്യം നമ്മളിവിടെ പെട്ടുപോയ വല്ലാത്തൊരവസ്ഥ. ഇത് കേറുവോ താഴെ പോവോ സ്റ്റാർട്ടിങ്ങിൽ മാളുവിന് കൊടുത്തു കഴിഞ്ഞാൽ മാളുവിന് പേടിയാണ്. ആദ്യത്തെ 3 മിനിറ്റ് ഞാനാ ചേട്ടൻ. എന്നിട്ട് റിഹേഴ്സൽ സമയം സ്കിറ്റ് നിന്റെ കയ്യിലാണ്, ആദ്യം പോയി എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഒന്നുകൂടെ ടെൻഷനാവും. ദൈവമേ താത്തല്ലേ പോയല്ലേ. പക്ഷെ പിന്നെ ഇവര് വന്നു കഴിഞ്ഞപ്പോ പിന്നെ കുഴപ്പമില്ലായിരുന്നു. മാളു കഷ്ടപ്പെട്ട് ലീവ് എടുത്തിട്ട് വന്ന. ലീവ് കിട്ടിയോ? ലീവ് ലാപ്പും കൊണ്ട് പോകുന്നു. രാത്രി വർക്ക്, പകല് ഗ്രൂമിങ്. കൊള്ളാടിപൊളി. അപ്പൊ എന്തായാലും അങ്ങനെ വന്നതിനൊരു ഗുണം ഉണ്ടായി. സിൽവർ പഞ്ചടിച്ചിട്ടുണ്ട്. ഇനി സുധീഷേട്ടാ പറയൂ. നല്ലൊരു സ്കിറ്റ് ചെയ്യണമെന്നായിരുന്നു അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നല്ലേ? നിന്റെ അടുത്ത് പ്രസംഗിക്കാനല്ല പറഞ്ഞത്. അല്ല, മരണത്തിന്റെ ഒരു നെഗറ്റീവ് നമുക്ക് ഫീൽ ചെയ്തു. ഇനി ഫോട്ടോ ആയിരുന്നു നമുക്ക് ഫോട്ടോ വെക്കാൻ ഹൈലൈറ്റഡ്. കാരണം ഇതുപോലൊരു ഫോട്ടോ നിങ്ങൾ ഫോട്ടോ നോക്കി. സത്യം വേണ്ട, നിങ്ങൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൗണ്ടർ ചിരിച്ച് തരും. പിന്നെ നിങ്ങൾ മാറ്റർ സംസാരിക്കൂലേ? ആ മാറ്റർ സംസാരിക്കുമ്പോൾ ഞാൻ നിങ്ങളെ വിട്ടിട്ട് നേരെ സജീവനതോ. അതിനകത്ത് ഇവര് ആ ഫോട്ടോയെ കുറിച്ച് പറയുന്നത് ഒട്ടിക്കുമ്പോഴേ 2 ഗ്ലാസ് ഫോട്ടോയും കൂടി വന്നപ്പോഴാണ് നമുക്ക് ഒരു കോൺഫിഡൻസ് ആയത്. അങ്ങനെയാണ്. അപ്പൊ സജീപേട്ടനും ഉണ്ട് ഇതില് പൈസ വിളിച്ചു ചോദിക്കാതെ വെക്കാൻ പറ്റില്ലല്ലോ. പൈസ വിളിച്ചു ചോദിച്ചതല്ല, ഫോട്ടോ വെച്ചിട്ട് അങ്ങനെ. അല്ല, ഇനിയിപ്പോ സിൽവർ പഞ്ചും കൂടെ അടിച്ചത് കാണുമ്പോ എന്തായാലും ചേട്ടൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അടിപൊളി. അപ്പൊ ചെലവൊക്കെ നടക്കട്ടെ. സിൽവർ പഞ്ചാണ് അടിച്ചിരിക്കുന്നത്. അപ്പൊ വീണ്ടും പഞ്ചുകളും സ്കിറ്റുകളും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. താങ്ക് യു. ഇപ്പൊ ഈ ന്യൂസ് പേപ്പർ തുറന്നാലും വാർത്ത കണ്ടാലും സോഷ്യൽ മീഡിയ തുറന്നാലും ഈ വേനൽക്കാലം ആയതുകൊണ്ട് വീട്ടിൽ ഫുള്ള് പാമ്പാണ്. നമ്മളെല്ലാവരും അലേർട്ടായിരിക്കണം. അപ്പം ഈ സ്കിറ്റ് കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ നിങ്ങളുടെ വീടും പരിസരമൊക്കെ ഒന്ന് നന്നായിട്ട് നോക്കിക്കോളുക. അടുത്തതായിട്ട് വേദിയിലേക്ക് വരുന്നത് നാട്ടിലെ കോമഡിക്കാർ എന്ന സെഗ്മെന്റിലൂടെ നമുക്ക് കിട്ടിയ 3 കലാകാരന്മാരാണ്. വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം നന്ദു, ഗോകുൽ ആൻഡ് സുധീഷ്. വേറെ
ഹലോ ഹലോ ആ എന്നാടാ? എടാ പോലീസുകാരൻ എന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. എടാ കേൾക്കാൻ വയ്യ, റേഞ്ച് ഇല്ലേ? ആ കേൾക്കുന്നുണ്ട് പറ. ആ എടാ പലിശക്കാരൻ നിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന്. എന്റെ ദൈവമേ. എടാ നിന്നോട് ഞാൻ പണ്ടേ പറഞ്ഞല്ലേ ആ വള്ളിയുടെ തലയിൽ വെക്കരുതെന്ന്. ആ ഇനി എന്നാ വരുന്നത് വെച്ചാൽ അനുഭവിച്ചോ, ഞാൻ പണിക്ക് പോവുക. എടാ കട്ട് ചെയ്ത്. ഓ എന്റെ ദൈവമേ, ഈ പൈസ കടന്നവരൊക്കെ തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ പോലുള്ളവരൊക്കെ എങ്ങനെ ജീവിക്കും? ഇതിപ്പോ ഇടി വെട്ടിയവരെ തല പാമ്പ് കടിച്ച അവസ്ഥയായി പോയല്ലോ. പാമ്പ് ഒരു വഴിയുണ്ട്. നീ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ടോ? അയ്യോ പാമ്പേ! അമ്മച്ചാണ് ഒരു തുള്ളി പോലും ഞാൻ അടിച്ചിട്ടില്ല. അതല്ലെന്ന് പരിക്കകത്ത് പാമ്പ് കയറിയിരുന്നു ഓടിക്കോളാൻ. എസ്കേപ്പ് അടിക്കാൻ നോക്കുന്നോടാ. ഇങ്ങോട്ട് വാഴാ നീ. എനിക്ക് തരാനുള്ള പൈസ നീ ഇന്ന് തന്നിട്ട് പോയാ മതി. പാമ്പ് പരിക്കകത്ത് കയറി ഇരിക്കുവാന്ന്. പാമ്പ് ഇത് നിന്റെ എത്രാത്താണോ? അപ്പൊ ഈ 5-ാമത്തെ 6-ാമത്തെ കണ്ട. എടാ പൈസ അടവിന്റെ കാര്യമല്ലേ ഞാൻ ചോദിച്ചത്. അതല്ലെന്ന്, ഇത് എന്റെ 5-ാമത്തെ 6-ാമത്തെ അടവാന്ന്. നീ എന്റെ പൈസ വരെയൊക്കെ എടുത്ത് കാണാം. എന്റെ പെണ്ണുമ്പോൾ അവിടെ കുളിച്ചോണ്ടിരിക്കുമ്പോഴാണ് പാമ്പിനെ കണ്ട. സത്യമാന്ന്. അവളെ പാമ്പിനെ കണ്ടോടനെ ഇറങ്ങി അങ്ങ് ഓടിയെന്ന്. എന്നെ പാമ്പിനെ പിടിക്കുന്നില്ലേ? ഇനിയിപ്പൊ എന്നാ കാണാനോ പാമ്പ്? അതിനൊക്കെ നമ്മൾ എന്തോരം കണ്ടിട്ടുള്ളതാ. മര്യാദക്ക് പൈസ എവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ വേണം കയറി എടുക്കാം. എന്നാ ചെന്ന് കയറിക്കോളൂ. ആ ഞാൻ എടുക്കൂടാ. കടി കിട്ടുവേ. അല്ലടാ പാമ്പ് അവിടെ ബജ്ജിക്കട ഇട്ടിട്ടുണ്ട്. ആ കേറിയേക്കുന്ന 8 അടി മൂർഖനാണ്. 8 അടി മൂർഖൻ കടിച്ചു കഴിഞ്ഞാൽ 8 അടി വെക്കുമ്പോ തന്നെ മരിച്ചു വീഴുന്ന. അല്ലേലും ഞാനെന്തിനാ കടി കൊള്ളുന്നേ? എടാ നിന്റെ വീട് നിന്റെ പാമ്പ് എന്റെ പൈസ. എനിക്ക് എന്റെ പൈസ കിട്ടിയാൽ പറ്റത്തുള്ളൂ. ചേട്ടാ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്ക്, ഒരാഴ്ച കഴിയുമ്പോ ആ പൈസ ഞാൻ എടുത്തങ്ങ് തരാം. ഒരാഴ്ചയോ? പിന്നെ പാമ്പ കയറിയിരിക്കുന്നു, ഒരു സാവകാശമൊക്കെ വേണോ? നീ എടുത്ത് തരാന്ന്. അത് വേണ്ട, നീ പാമ്പിനെ പിടിക്കാൻ ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല. പാമ്പിനെ പിടിക്കാൻ എന്റെ കയ്യിൽ ഒരാളുണ്ട്, ഞാൻ അവനെ വിളിച്ചോളാം. ഹലോ ഹലോ. അവിടെ നീ എവിടെയാണോ? എടാ ഞാൻ ജംഗ്ഷനിലുണ്ടോ? ജംഗ്ഷനിലുണ്ടോ? ഈ നാരായണന്റെ വീട്ടിൽ പാമ്പ് കയറി. നീ ഇങ്ങോട്ട് വേമ്പാ. പാമ്പോ? ആ ഞാൻ ഇപ്പൊ വരാം. വേമ്പാളാ. ഈ ആവശ്യമില്ലാത്തവരെയൊക്കെ വിളിച്ചു വരുത്തേണ്ട വല്ല കാര്യമുണ്ടോ? ഉണ്ട്. ആവശ്യം എന്റെ ആയി പോയില്ലേ? നിനക്ക് ഈ വരാൻ പോകുന്നവൻ ആരാന്ന് നിനക്ക് അറിയാവോ? ആരാ? മൂർഖമ്പാമ്പിന്റെ കൂടെ തല വെച്ച് കിടന്ന് ഉറങ്ങുന്നവനാവൻ. അയ്യോ മൂർഖമ്പാമ്പിന് കൂടെ തല വെച്ച് കഴിഞ്ഞാൽ പാമ്പ് തല കൊത്തത്തില്ലേ? എടാ മൂർഖമ്പാമ്പിന്റെ കൂടെയിൽ തല വെച്ച് കിടന്നുറങ്ങുന്നവനാണെന്ന്. മാത്രമല്ല 10 വിടർത്തിയ പാമ്പിനെ കയ്യിലിട്ട അമ്മാനെ പാടുന്നവനാണവൻ. ഇയാളുടെ നാളെന്തുവാ? ആളായില്ല. ആയില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, നമുക്ക് നാളെ തന്നെ അയാളുടെ ജനിച്ച സമയവും ഡേറ്റും മേടിച്ചിട്ട് നമുക്ക് നാളെ തന്നെ ഒരു കണിയാനെ കണ്ട് നമുക്ക് നാളെ ഫിക്സ് ചെയ്യാം. അതല്ലെന്ന്, പിന്നെ നാളെ ആയില്ല ആണെന്ന്. ആയില്ലയോ? പിന്നെ അത് മാത്രമല്ല, കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തി വിഷവർക്കിക്കുന്ന ഒരു വിഷകാരിയാണവൻ. എന്നാ പിന്നെ നമുക്ക് ഇവിടെ എല്ലാം വർത്താനൊക്കെ പറഞ്ഞിരിക്കാം. വർത്താനം പറഞ്ഞു വന്നിക്കാൻ വന്നാണോ? പോയി പാമ്പിനെ പിടിക്കാൻ വന്ന പാടെ പാമ്പിനെ പിടിക്കാനൊന്നും പറ്റത്തില്ല. ആരാ കണ്ടേ? നീയാണോ കണ്ടേ? വിഷമുള്ള പാമ്പാണോ വിഷമില്ലാത്ത പാമ്പാണോ? ന്യൂസ് ചാനലിൽ നിന്ന് വന്നാണോ അത് പാമ്പിനെ പിടിക്കാൻ വന്നോ? ഞാൻ ന്യൂസ് പിടിക്കല്ലേ, പാമ്പിനെ പിടിക്കാൻ. രണ്ടിനോടും കൂടി ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ ആ രാഘവന്റെ വീട്ടിൽ പോയി പൈസ മേടിച്ചോണ്ട് വരുമ്പോഴേക്കും പാമ്പിനെ പിടിച്ച് കൈ വെച്ചില്ലെങ്കിലുണ്ടല്ലോ എന്റെ വിവരം അറിയും ഞാൻ. എന്റെ പൈസ കിട്ടണം. നോക്കിയിരിക്കത്തുള്ളൂ. എടാ അങ്ങനെ സ്വഭാവം നിനക്ക് അറിയാലോ. ഈ വീടാതിരിക്കുന്ന പാമ്പിനെ കണ്ട് ഭയങ്കര വിഷമാ പോയത്. വാ നമുക്ക് പാമ്പിനെ പിടിക്കാം. എന്തുവാണേ കാണിക്കുന്നേ? പാമ്പിനെ പിടിക്കാൻ വന്നിട്ട് നീ പാമ്പിനെ കാണിച്ച് പേടിപ്പിക്കുവാടാ? നമുക്കൊരെണ്ണം അടിക്കാന്ന്. അടിക്കാനോ? ഈ പോക്കത്തെ കാണിച്ച് തന്നെ അടിക്കാനോ? നിന്നെ കൊല്ലണം. അതല്ല, നമുക്കൊരു സ്മോൾ അടിക്കാന്ന്. സ്മോൾ അടിക്കാനോ? അതൊക്കെ എന്റെ എത്തിസിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അന്നൊരു കാര്യം ചെയ്യും, എൻ്റെ അളിയൻ മിലിറ്ററിയിൽ നിന്ന് കൊണ്ടുവന്ന സാധനമാണ്, സ്കോച്ചാണ്. അടിക്കുന്നെങ്കിലേ അടിക്കണ്ട. വേണ്ട സ്കോച്ചോ? സ്കോച്ച് ആണെങ്കിൽ അടിക്കാം. അപ്പൊ നിങ്ങളുടെ എത്തിക്സ്? ഞാൻ സ്കോച്ച് അടിക്കുമ്പോ എത്തിക്സ് ഒന്നും നോക്കാറില്ല. അങ്ങനെ പറ. ഇത് നോക്കി, പാമ്പിനെ പിടിക്കാം, കോച്ച് പഠിക്കാം. പാമ്പിനെ പിടിക്കാം, കോച്ച് പഠിക്കാം. ഇങ്ങനെ പിടിക്കുക, ഒരൊറ്റ പിടി പിടിക്കുക. ഓ വെള്ളമൊക്കെ വിഷമാന്നേ. നല്ല കത്തല്. ഇതെന്തോ ഈ കാണിക്കുന്നത്? ഞാൻ 2 ചെറുതടിച്ചു പിന്നെ പാമ്പാണ്. ഇനി നിനക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാം, മാമൻ പറഞ്ഞുതരാം കേട്ടോ. ആണോ? ആണോ? എനിക്ക് സംശയമുണ്ട്. നമ്മൾ ഈ പാമ്പിനെ പിടിക്കാൻ പോകുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ?
പാമ്പ് നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടോന്ന് ശ്രദ്ധിക്കണം. ഇനിയിപ്പം പാമ്പിനെ പിടിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും പുറത്തുനിന്ന് ആരെങ്കിലും വരുന്നുണ്ടോന്ന് ശ്രദ്ധിക്കണം. ഇനിയിപ്പം അറിയാതെ പാമ്പെങ്ങാനും കൊത്താൻ വരികയാണെങ്കിൽ ഇറങ്ങി ഓടേണ്ട വഴി നമ്മൾ ആദ്യമേ തന്നെ ശ്രദ്ധിച്ചു വെക്കണം. അപ്പൊ ഇത്രയും മതി പാമ്പിനെ പിടിക്കാൻ? പോരാ, രണ്ട് പ്രത്യേകതരം പാമ്പുകളുണ്ട്, അതിന് പ്രത്യേകം ശ്രദ്ധിക്കണം. അതൊക്കെ ഏതാ? നീർക്കോലി, അണലി. അതെന്തു പറ്റി? അവിടെ ഇതൊക്കെ ചൈനയിൽ നിന്ന് വന്ന പാമ്പുകളില്ലേടാ? പിന്നെ ചൈനന്ന് അവിടെ നിനക്ക് അറിയത്തില്ലേ? ബ്രൂസ്ലി, ജെറ്റ്ലി, നീർക്കോലി, അണലി. ഈ ചൈനക്കാരുടെയൊക്കെ പേരിന്റെ അവസാനം മൊത്തം ലീയാടാ. അതുകൂടാതെ ഇൻഷലുള്ള പാമ്പുകളും ഉണ്ടേ. ഇൻഷലുള്ള പാമ്പ്? പിന്നെ അതേത് പാമ്പ് ഇൻഷലുള്ള പാമ്പ്? മൂർഖൻ, ചങ്കുവരൻ, മോതിരവളയൻ. അതെങ്ങനെ? ഇതിന്റെയൊക്കെ അവസാനം എന്നാ? എന്നാ? എടാ ഈ എന്നാന്ന്. എന്നാന്ന് ഇപ്പഴാ മനസ്സിലായി. എന്നാ നമുക്ക് പാമ്പിനെ പിടിക്കാം. അതെ, പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. നോക്കിയേ, ഈ പാമ്പ് പടം പൊഴിക്കാന്ന് പറയത്തില്ലേ, ഈ ശരിക്കും ഈ പാമ്പ് പടം പൊഴിക്കുമോ? എന്റെ പൊന്നുമോനെ, പാമ്പ് പടം പൊളിക്കത്തില്ല. ഇവിടുത്തെ കുറെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരുണ്ട്. അമ്മ രാവിലെ കെട്ടിയെടുത്ത് തിയേറ്ററിലേക്ക് കയറും. എന്നിട്ട് പറയും ഫസ്റ്റ് ഹാഫ് കൊള്ളത്തില്ല, സെക്കൻഡ് ഹാഫിന്റെ പഞ്ച് പോരാ, ടൈറ്റിൽ ചെറുതായി പോയി, ക്ലൈമാക്സ് പണ്ടാരടങ്ങി പോയി. ഇങ്ങനെ പറഞ്ഞു നടക്കുന്നവരാണ് പടം പൊളിക്കുന്നത്. അല്ലാതെ പാമ്പ് പടം പൊളിക്കോ? ആ പടം പൊളിക്കുന്ന കാര്യമല്ല ഞാൻ ചോദിച്ചത്. പിന്നെ ഈ പാമ്പിന് തൊലി ഉരുന്ന കാര്യം. തൊലി ഉരുന്ന കാര്യമോ? ഈ പാമ്പിനെ പിടിച്ചു പുറത്തേക്ക് ഇറക്കുമ്പോ നാട്ടുകാരുടെ വർത്താനം കേൾക്കണം, നമ്മുടെ തൊലിയാണ് ഉരിഞ്ഞു. ഈ ഓരോ ജീവികളെ എടുത്ത് വെക്കുവാണെങ്കിൽ അവരെല്ലാം കൂട്ടം കൂടിയാണ് വരുന്നത്. പക്ഷെ ഈ പാമ്പ് മാത്രം ഒറ്റയ്ക്കാണ് വരുന്നത്. അതെന്തുകൊണ്ടാ? നിനക്ക് പാമ്പ് ഒറ്റയ്ക്കൊന്നും സഹിക്കുന്നില്ലല്ലേ? പിന്നെ അതെല്ലാം കൂടെ കൂട്ടത്തോടെ വന്നിട്ട് വേണം എന്റെ നെറുകം തലയ്ക്ക് കൊത്താൻ. പാമ്പിനെ പിടിച്ചാടാ. ഒരുത്തം കൂട്ടത്തോടെ വരും. പാമ്പ് എന്തേടാ? എടാ, പാമ്പിനെ പിടിക്കാൻ വന്നിട്ട് നീയാണല്ലോ പാമ്പ്. പാമ്പിനെ പിടിക്കാൻ അങ്ങനെ പറ്റത്തില്ല. അടിച്ച് വിറ്റായിട്ടിരിക്കുന്ന ആളെ കൊണ്ടൊന്നും പാമ്പ് പിടിക്കാൻ സമ്മതിക്കത്തില്ല. നാഗമാണിക്യം കണ്ടിട്ടുണ്ടോ? പിന്നെ കണ്ടിട്ടുണ്ടോന്നോ? 40 വട്ടം ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പായലായിക്ക് ഞാൻ മണിയറ വാതിൽ തുറന്നപ്പോഴാണ് എന്നോട് ആ ചോദ്യം വന്ന്, നീ ആരാണ്, നിനക്ക് എന്ത് വേണമെന്ന്. ഞാൻ പറഞ്ഞു അപ്പൊ എനിക്ക് എന്നെ അമ്മയെ കണ്ടോന്ന്. അതെന്തോ ഈ പറയുന്നത്? നീ രാജമാണിക്യം കാണുന്നു. രാജമാണിക്യമല്ലെന്ന്, നാഗമാണിക്യം കണ്ടിട്ടുണ്ടോ? നാഗമാണിക്യം ഞാൻ കണ്ടിട്ടുണ്ടോന്നോ? അമ്മച്ചിയാണ്, ഞാൻ കണ്ടിട്ടില്ലേ. എടാ, നീ പോയി ആ പാമ്പിനെ ഒന്ന് പിടിച്ചോണ്ട് വാ. എന്നാ ഇപ്പൊ തന്നെ പിടിച്ചിട്ട്. ഒട്ടും വിഷമുള്ള പാമ്പാ എന്റെ മോനെ. പാമ്പിന് മാത്രമല്ലടാ വിഷമം, എനിക്ക് ഉണ്ടടാ വിഷമം. എനിക്ക് തായ്ലാൻഡിൽ പോകണമെന്നാണ് ആഗ്രഹം. അവിടെ പോയി പാമ്പിനെ പിടിക്കണം, പാമ്പിനൂടെ സെൽഫി എടുക്കണം, പാമ്പിന്റെ സുവോളജി പഠിക്കണം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, എന്റെ പെണ്ണും പിള്ള സമ്മതിക്കത്തില്ലടേ. ചേച്ചി പേടിച്ചിട്ടായിരിക്കും. എന്നാ പേടി? ഞാൻ അതുവഴി പട്ടായക്ക് പോവെന്നുള്ള പേടിയാവത്. എന്റെ പൊന്നു സുഹൃത്തെ, നീ ആ പാമ്പിനെ ഒന്ന് കയറി എടുത്തിട്ട് എന്റെ പൈസ ഒന്ന് എടുത്ത് തരാമോ? എന്നാ ഞാൻ ഇപ്പൊ തന്നെ പാമ്പിനെ പിടിക്കാൻ പോകാൻ പറ്റത്തില്ല. നീ പോയി പാമ്പിനെ പിടിച്ചിട്ട്. ഇല്ലാത്ത പാമ്പിനെ എങ്ങനെ പിടിക്കാൻ? പാമ്പോ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പാമ്പിനെ എങ്ങനെ പിടിക്കാൻ? പറ്റത്തില്ലെന്നാ പറഞ്ഞത്. വള്ളി എടുത്ത് തലേ വെക്കരുത്. വള്ളിയോ? അതല്ല, വള്ളിക്കെട്ടൻ പാമ്പ്. കൊടും വിഷമുള്ള പാമ്പാന്ന്. രണ്ടെണ്ണം അടിച്ചൊന്ന് വെച്ച് ഞാൻ വലിയ പറ്റുന്നുമല്ല. ഇതിനകത്ത് വെള്ളിക്കെട്ടല്ല വള്ളിക്കെട്ടല്ല, ഏത് രാജ വെമ്പാലയാണെങ്കിലും ഞാൻ പിടിക്കൂടാ. ഈ കിടക്കുന്ന പാമ്പിനെ എടുത്ത് മാറ്റിയെങ്കിലേ ഞാൻ എന്റെ പൈസ തരത്തോടാ. എന്റെ ദൈവമേ! ഗോകുൽ, നന്ദു ആൻഡ് സുധീഷ് ഏട്ടാ നാട്ടിലെ കോമഡിക്കാർ എന്ന സെഗ്മെന്റിലൂടെ നമുക്ക് കിട്ടിയ അസാധ്യ ആർട്ടിസ്റ്റുമാരാണ്. നമുക്ക് ചോദിക്കാം, പ്രചോദേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു സ്കിറ്റ്? ഗോകുൽ, നന്ദു, സുധീഷേ, ഞാൻ ഒരു കാര്യം ഇപ്പോഴും പറയാം. ഐറ്റം വേറയിൽ അടുത്ത ഏറ്റവും നല്ല കോമ്പിനേഷൻ ടീമായി മാറാൻ സാധ്യതയുള്ള 3 ആർട്ടിസ്റ്റുകളാണ്. ഒരു കാര്യം കൂടെ പറയട്ടെ, സുധീഷിന് ഏറ്റവും നല്ല കൈയടി അർഹിക്കുന്ന ഉഗ്രം പെർഫോമൻസ് ആണ് സുധീഷ്. ഒരു രക്ഷയില്ലാത്ത കിടിലൊരു ആർട്ടിസ്റ്റാണ്. പിന്നെ ഈ രണ്ടുപേരുടെ കാര്യം വെച്ചാൽ നമുക്ക് ചില സാധനങ്ങളൊന്ന് റിഹേഴ്സൽ ചെയ്ത് വരുമ്പോൾ നമ്മുടേതായിട്ടുള്ള ടെൻഷൻ കൊണ്ട് ചില സാധനങ്ങൾ മാറിപ്പോകും. ആ ഒരു ടെൻഷൻ ഇവിടെ സംഭവിച്ചെന്ന് അറിയാൻ പറ്റും. നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ഒരു ബോഡി ലാംഗ്വേജ് വെച്ചിട്ട്, നന്ദുവൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ അജു വർഗീസിൻ്റെ ഒരു സ്ലാങ് ഉണ്ട് ഈ ടോണിൽ. പിന്നെ ഗോകുലാണെങ്കിലും നല്ല രക്ഷമാണ്. നിങ്ങളുടെ കോമ്പിനേഷൻ പരിപാടി ഒന്നുകൂടെ ഒന്ന് റിഹേഴ്സൽ ചെയ്തിരുന്നെങ്കിൽ, എനിക്കറിയാം ഇവിടുത്തെ ടെൻഷൻ കൊണ്ടാണ് അത്, നമുക്ക് ആ ടെൻഷൻ നോക്കണ്ട. ഇനിയിപ്പോൾ അടുത്തതിലേക്കൊക്കെ വരുമ്പോൾ ആ ടെൻഷൻ വരും. ഒന്ന് പരിചയപ്പെടാം. നന്ദു എന്ത് ചെയ്യുന്നു? ഞാൻ മിമിക്രി ആർട്ടിസ്റ്റാണ്. വീട് എവിടെയാ?
ചങ്ങനാശ്ശേരി തന്നെ. ചങ്ങനാശ്ശേരി എവിടെ? ചങ്ങനാശ്ശേരി ദൈവംപിടി. ഓ അത് ശരി, അപ്പൊ നമ്മൾ അടുത്തടുത്താണല്ലോ. പ്രചോദേട്ടൻ പറഞ്ഞതുപോലെ തന്നെ അജു വർഗീസിന്റെ ഫിഗർ ചെയ്യാറുണ്ടോ? ഒന്നുമില്ല നന്ദുവിന്റെ ഗുരുവാണ് അവര്, നമുക്കറിയാം. പരിചയമില്ലാത്തവരായിട്ട് അഭിനയിക്കുകയാണല്ലേ? ഓഹോ, കാണാൻ ഒരു ചായ കൂടി ഉണ്ട് അജു വർഗീസിന്റെ ചെണ്ണ പോലെ ഉണ്ട്. നന്ദു വീട്ടിലാരൊക്കെ ഉണ്ട്? നന്ദു വീട്ടില് അച്ഛനുണ്ട്, അമ്മയുണ്ട്, 2 അനിയന്മാരുണ്ട്, ഓക്കെ, വല്യമ്മമാരുണ്ട്. വേറെ എന്തെങ്കിലും ജോലി? ഇല്ല, ഞാൻ ഇത് തന്നെ ആർട്ട് ഫോം, ഞങ്ങള് കുറച്ച് ഷോർട്ട് ഫിലിമും പരിപാടിയൊക്കെ ആയിട്ട് തന്നെ പോവാ. ഇത് തന്നെ. നമ്മുടെ സുധീഷേ, പറ സുധീഷേ, എവിടെയാ വീട്? ചമ്പക്കുളമാണ്. വീട്ടില് ഭാര്യ, കുട്ടി, അമ്മായിമ്മ. ഓക്കെ, വേറെ ജോലി എന്താണ്? വേറെ സിനിമ അഭിനയമൊക്കെ ഉണ്ട് ചെറുതായിട്ട്. അടിപൊളി. കുട്ടി കുട്ടിയാണ്. മോൾക്ക് ഇപ്പം 6 വയസ്സ്. 6 വയസ്സ്. പേരെന്താ? മോടെ പേരെന്താ? അവളുടെ വീട് ശിവതീർത്ഥം എന്നാണ്, അമ്മാള് എന്ന് വിളിക്കും. അവള് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇവിടെ വരുമ്പോഴത്തേക്കും അവൾക്കൊരു ഹായ് കൊടുക്കണമെന്ന്. നമ്മൾ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഹായ് മിസ്സായി പോയേനെ. ആദ്യത്തെ ഹായ്. വൈഫിന്റെ പേര് പറഞ്ഞില്ല? വൈഫിന്റെ പേര് സീന. അപ്പൊ ഫാമിലിക്ക് എല്ലാം ഞങ്ങളുടെ ഒരു ഹായ് പറയുകയാണ്. ഇനിയിപ്പോ അടുത്തത് ഗോകുൽ. എന്റെ വീടും ചങ്ങനാശ്ശേരി തന്നെയാണ്. ഞാൻ ഇന്റീരിയർ ഡിസൈനറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. ഗോകുലിനെ കാണുമ്പോൾ ആരെ പോലെ തോന്നുന്നു അറിയാമോ? നമ്മളെ ജോമോന്റെ ഒരു ഘട്ടം. അതെ, ജോമോൻ ജ്യോതിറിന്റെ ഒരു ഘട്ടമുണ്ട്. ശരിയാ, അസീസ് ആദ്യം പറഞ്ഞു ജോമോന്റെ കറക്റ്റ് ഘട്ടമുണ്ട്. ശരിയാണ് കേട്ടോ, ഒരു ഷേപ്പ് ഉണ്ട്. പറയാറുണ്ടോ ആരെങ്കിലും? ഇല്ല. എന്നാ ഞാൻ പറഞ്ഞു ആദ്യം. ജോമോൻ ജ്യോതിറിന്റെ നല്ല ഫേസ് കട്ട്. വീട്ടിലാരൊക്കെയാ ഗോകുലെ? വീട്ടിലെ അമ്മ, അച്ഛൻ, ചേട്ടൻ. ഓക്കെ, ഇനി നമുക്ക് അഭിപ്രായം പറയാം. 3 പേരും ഞാൻ ഈ പറഞ്ഞ പോലെ നല്ല കോമ്പിനേഷനുള്ള ആർട്ടിസ്റ്റുകളാണ്. പ്രത്യേകിച്ച് കാര്യം സുധീഷിൻ്റെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് സുധീഷിൻ്റെ എല്ലാ കൗണ്ടറുകളും നന്നായിട്ട് ഇവിടെ ഏറ്റവും. പിന്നെ ആക്ഷൻ കോമഡി എന്ന് പറഞ്ഞാൽ സുധീഷ് നല്ല രസമായിട്ട് ചെയ്തു. അല്ല, എനിക്ക് തോന്നുന്നു ഈ പാമ്പിൻ്റെ പേര് പറഞ്ഞില്ല, അതൊക്കെ ഭയങ്കര ബ്രൂസ്ലി ആണെങ്കിൽ ഈ ഇനിഷ്യൽ വെച്ചുള്ള സാധനം അടിപൊളിയായിരുന്നു. പിന്നെ ഇതെല്ലാം ചൈനക്കാരാണ്, ലീ വരുന്നുണ്ട്, കുറേ നല്ല കൗണ്ടറുകളുണ്ടായിരുന്നു. പിന്നെ പടം പൊളിക്കുന്നത് അതൊക്കെ നല്ല ടൈമിംഗ് ആയിരുന്നു കേട്ടോ. ആര് പടം പൊളിക്കുന്നത്? ഇവിടെ കുറേ യൂട്യൂബേഴ്സ് ഇറങ്ങിയിട്ട് അവർ പടം കൊള്ളില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു പേഴ്സണൽ ടച്ച് അതിൽ. പിന്നെ ഗൂഗിൾ ഇടയ്ക്ക് ഒരു മൈന്യൂട്ടായിട്ട് സാധനം ചെയ്ത് അവിടെ എപ്പോഴും ആരാ പാമ്പനെ വൈഫ് അവിടെ കുളിച്ചോണ്ടിരിക്കുകയാണ്. ഗൂഗിൾ പോയിട്ട് തിരിച്ച് ഒന്നും അറിയാത്ത രീതിയിലൊക്കെ വരുന്നു. നല്ല ടൈമിംഗ് പരിപാടികളായിരുന്നു. അപ്പം നിങ്ങൾ 3 പേര് ഇനി അടുത്തതിലൊക്കെ വരുമ്പോൾ എനിക്ക് നല്ല കോമ്പിനേഷൻ ടീമായിട്ട് നല്ല പക്ക റിഹേഴ്സൽ ചെയ്യുക. നമുക്ക് കിട്ടുന്ന ഒരു അവസരമാണ്. നിങ്ങൾ 3 പേര് നല്ല ആർട്ടിസ്റ്റുകളാണ്. 3 പേർക്ക് ഓൾ ദി ബെസ്റ്റ്. അടിപൊളി. താങ്ക് യു പ്രചോദേട്ടാ. ഇനി നമുക്ക് അസീസിക്കയോട് ചോദിക്കാം. ഗോകുൽ, നന്ദു, സുധീഷ്, ഇവിടെ ഐറ്റം വേറെ ഫ്ലോറിൽ ഇന്ന് നിലനിൽക്കുന്ന ഒരുപാട് ഗംഭീര ടീമുകളുണ്ട്. അവരിപ്പോൾ സിനിമകൾ ചെയ്യുന്നു, ഒരുപാട് ട്രിപ്പുകൾ പോകുന്നു. അങ്ങനെയുള്ളൊരു ടീമായി മാറാൻ പറ്റുന്ന ഒരു കോമ്പിനേഷൻ ടീമാണ് നിങ്ങൾ 3 പേര്. നിങ്ങൾക്ക് നല്ല ടൈമിംഗ് ഉണ്ട്, പക്ഷേ എന്തോ ഉള്ളിൽ ചെറിയൊരു ഭയം. ഫസ്റ്റ് ഇവിടെ വന്നുകൊണ്ടായിരിക്കും ഒരു ചെറിയൊരു ഭയം കടപ്പുണ്ട്. അതിൻ്റെ ഇതിലാണ് ചിലപ്പോൾ ടൺ സ്ലിപ്പും സ്കിറ്റുകൾ ചെറിയ തെറ്റുകൾ വന്നതും. അത് എഡിറ്റ് ചെയ്ത് മാറിയാൽ ഈ സ്കിറ്റ് നല്ല ഒരു അടിപൊളി സ്കിറ്റായിട്ട് മാറും. അതുകൊണ്ട് ഞങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നില്ല, പക്ഷെ നിങ്ങളെല്ലാം ഉഗ്ര ആർട്ടിസ്റ്റുകളാണ് കേട്ടോ, സീരിയസ്ലി. കാരണം നിങ്ങൾക്ക് ഇനി 2-3 സ്കിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ ഗംഭീരമായിട്ട് പ്രകടനം ഇവിടെ കാഴ്ചവെക്കും. സുധീഷേ ഉഗ്ര ആർട്ടിസ്റ്റാണ് കേട്ടോ, നല്ല സിനിമ ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു ആർട്ടിസ്റ്റാണ്. അടിപൊളി ടീമാണ്. ഒരു ഭയവും വേണ്ട, ഒരു പേടിയും വേണ്ട. ഇത് നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഫ്ലോറാണ്. നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് ആ തലത്തിൽ എത്താൻ പറ്റുന്ന ഒരു ഫ്ലോറാണ്. നിങ്ങൾക്ക് വേണ്ടി ഫുൾ സപ്പോർട്ട് ഞങ്ങൾ ചെയ്തു വരും. നിങ്ങൾ പൂർണ്ണമായി നിങ്ങളുടെ ജോലി അടിപൊളിയായിട്ട് ചെയ്ത് ഇവിടെ ഒന്ന് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ ദൗത്യം. നല്ല സ്കിറ്റ്, ഇഷ്ടപ്പെട്ടു. ഓൾ ദി ബെസ്റ്റ്. കൂടുതൽ ഇനി എന്ത് വേണം നമുക്ക് നസീറിക്കോട് ചോദിക്കണം. കൊള്ളാം, നന്നായിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ ആദ്യത്തെ അന്വേഷണം തന്നെ ഗംഭീരമായി. നിങ്ങൾക്ക് ഈ വേദിയിലേക്ക് എന്താ വേണ്ടതെന്ന് മനസ്സിലാക്കിയാണ് നിങ്ങൾ സ്ക്രിപ്റ്റ് റെഡിയാക്കിയിരിക്കുന്നത്. പിന്നെ ഫസ്റ്റ് ടൈം ഒരു ടീം ഇവിടെ ഇപ്പം നാട്ടിലെ കോമഡിക്കാരെന്ന് പറയുന്ന ടീമുകൾ വരുമ്പം എവിടുന്നെങ്കിലും ആരെങ്കിലും ചെയ്തു വെച്ച ഏതെങ്കിലും ഒരു കോമഡിയുടെ സ്കിറ്റുമായിട്ടായിരിക്കും ഇതിലേക്ക് വരുന്നത്. നിങ്ങൾ അങ്ങോട്ട് തിരിയാതെ ഇവിടെ എന്താണ് കാര്യം, അത് ഈ ഷോ കാണുന്നുണ്ടായിരിക്കണം. നിങ്ങൾ കാണുന്നതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ഇവിടുത്തെ ആർട്ടിസ്റ്റുകൾ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടാണ് അങ്ങനെ ഒരു സ്കിറ്റ് നിങ്ങൾ പ്ലാൻ ചെയ്ത് നല്ല കൗണ്ടറുകൾ നിറച്ച് ഉള്ള എല്ലാ കൗണ്ടറുകളും ഫ്രഷായിരുന്നു. ഫസ്റ്റ് ടൈം തന്നെ നിങ്ങൾ ഓഡിയൻസിൻ്റെ ഒരു മനസ്സിലേക്ക് ഇടം പിടിക്കാനുള്ള രീതിയിലാണ് അവതരിപ്പിച്ചത്. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത് വേണ്ടത് നിങ്ങൾക്ക് നല്ല റിഹേഴ്സലാണ്. നല്ല റിഹേഴ്സൽ വേണം. റിഹേഴ്സലൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ സാധനം 100 പോയേനെ. അടുത്ത പ്രാവശ്യം വരുമ്പം നല്ല ഗംഭീരമായിട്ട് തന്നെ റിഹേഴ്സലൊക്കെ ചെയ്ത് സാധനങ്ങളെല്ലാം ബൈഹാർട്ടാക്കി വന്ന് പ്രസൻറ്റ് ചെയ്യുക. കാരണം ഇങ്ങനെ പറഞ്ഞു തരുന്നതിൻ്റെ കാരണം നമ്മുടെ ടീം പത്തനംതിട്ട എന്ന് പറയുന്ന ടീം ഇപ്പം ഹൈ ലെവലിൽ നിൽക്കുന്ന ഒരു ടീമാണ്. അതേപോലെ ടീം ചങ്ങനാശ്ശേരി എന്ന് പറഞ്ഞ് വരേണ്ട ഒരു അടുത്ത പ്രാവശ്യം ഗംഭീരമായിട്ടൊരു സ്കിറ്റുമായിട്ട് വീണ്ടും വരിക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ജഡ്ജസ്. അപ്പം നമുക്ക് മാർക്സ് ചോദിക്കാം. അസീസിക്ക, എന്തായാലും പലിശയ്ക്ക് പൈസ എടുത്ത് കൊടുക്കാനില്ലല്ലോ, കുറച്ച് കൊടുക്കല്ല, നമ്മളെ കയ്യിലുള്ള കുറച്ച് സഹായിക്കാമല്ലോ. തീർച്ചയായിട്ടും പ്രോത്സാഹനം കൊടുത്താലേ വീട് കടം വാങ്ങുള്ളൂ. ഒരു 18,000 രൂപ ഞാൻ കൊടുത്തു.
18,000. ഓക്കെ പ്രചോദേട്ടാ എത്രയാണ്? ഞാനൊരു 1000 കൂടെ കൂട്ടി പിടിക്കുക, ഒരു 19 രൂപ. 19,000. ഓക്കെ 37,000 രൂപയാണ് ഇപ്പോഴത്തെ ടോട്ടൽ. ഇനി ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് നസീറയ്ക്കാണ് ഇക്ക. ഞാൻ അങ്ങനെ വാരിക്കൊരു കൊടുക്കൂല. എന്നാലും കടം തിരിച്ചടക്കാനുണ്ട് ഇക്ക. അതായിക്കോട്ടെ, അതിപ്പോ അവര് കൊടുത്തതിൽ ഓൾറെഡി പലിശ കൊടുക്കാനുള്ളതിലുണ്ട്. ബാക്കിയുള്ളത് ഞാൻ തരാം. കുറച്ചാൽ സംക്രാന്തി കൊണ്ടൊരു പാമ്പിനെ അഴിച്ചു വിട്ടു. പാമ്പിനെ കണ്ട ഇതുപോലെ പേടിയുള്ള മനുഷ്യൻ. ഒരു പാമ്പിനെ കണ്ട് പാമ്പെന്ന് കേട്ടാൽ മതി അപ്പോഴും. ഓന്തിനെ കണ്ട് പേടിച്ചവനാ പാമ്പിന്റെ കാര്യം പറഞ്ഞു. ഓന്തിനെ കണ്ട് എനിക്ക് കുഴപ്പമില്ല. വേലിയിൽ ഒരു ഓന്തിരുന്നിട്ട് ഞാൻ പറയാൻ കാര്യം പറയുന്നുണ്ടല്ല, അടുത്ത സ്കെഡ്യൂൾ സ്റ്റാൻഡപ്പ് ചെയ്യുന്ന ചലഞ്ച് വെച്ചിട്ടുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടി പറയാണ്. കുറച്ചാൽ നിങ്ങൾ പാമ്പിനെ ഇറക്കി വിടണ്ട. സ്റ്റാൻഡപ്പ് വിട്ടിട്ടില്ല. പാമ്പിന്റെ ഒരു സ്റ്റാൻഡപ്പ് ആണ്. ഓക്കെ, എന്റെ ബാക്കിയുള്ളത് ചേട്ടാ ഇവിടെ കേട്ടോ. 55,000 രൂപയാണ് നേടിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. ഇത്ര പ്രതീക്ഷിച്ചിരുന്നോ? ഗോൾഡൻ പഞ്ചായിരുന്നു പ്രതീക്ഷിച്ചത്. അടിപൊളി. അടിപൊളി. അതെ തീർച്ചയായിട്ടും. അപ്പൊ ഇതൊരു പ്രോത്സാഹനമാക്കി എടുക്കുക. അടുത്ത തവണ അപ്പൊ ഗോൾഡൻ പഞ്ച് എന്തായാലും അടിക്കണം. സെറ്റല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾ എല്ലാവരും ഒരുപാട് ചിരിച്ചു എന്ന് വിശ്വസിക്കുന്നു. കുറെ ചിരിക്കാനായിട്ട് ഒരുപാടധികം സ്കിറ്റുകളും പഞ്ചുകളുമായിട്ട് നമ്മൾ വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ വരുന്നതായിരിക്കും. Till then, this is Meenakshi Sudesh signing off from Flowers Comedy. ഇത് ഐറ്റം വേറെ. Flowers Comedy. ഇത് ഐറ്റം വേറെ. പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് നമ്മുടെ ചാനൽ 24 ഏഷ്യാനെറ്റ് കേബിൾ വിഷനിൽ ചാനൽ നമ്പർ 131 ലഭ്യമാണ്.